ആദരണീയനായ ജാഫർ അലി സാർ, പ്രിയപ്പെട്ട യാസീൻ, ഏറെ പ്രിയപ്പെട്ട നെറ്റ് റിസർച്ച് ആസ്പിരാൻസ്, സിജി ഏറെ വർഷമായിട്ട് അക്കാഡമിക് കരിയർ രംഗത്ത് വിപ്ലവാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു NGO ആണ്. വ്യത്യസ്ത മേഖലകളാണ് സിജി കൈകാര്യം ചെയ്യുന്നത്. വ്യത്യസ്ത തലങ്ങളിലുള്ള അക്കാഡമിക് കരിയർ രംഗത്തെ ആസ്പിരാൻസിനെയും പ്രവർത്തകരെയും ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത പ്രൊജക്റ്റുകളുമായിട്ട് 100 കണക്കിന് 200 കണക്കിന് പ്രോജക്റ്റുകളുമായിട്ടാണ് സിജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സിജിയുടെ ചില പ്രൊജക്റ്റുകളിലെങ്കിലും ഭാഗവാക്കാകാൻ സാധിച്ചതിലെ സന്തോഷം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അത് വളരെ തന്ത്രപരമായ ഇടപെടലുകളാണ് പലപ്പോഴും സിജി നടത്തുന്നത്. അതായത് അക്കാദമിക രംഗത്തും കരിയർ രംഗത്തും ഒക്കെ വലിയ മുന്നേറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ, ട്രിക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് കഴിഞ്ഞ ഒരു 2010 മുതൽ 15 വരെയുള്ള കാലയളവിൽ കുറേ അധികം അധ്യാപകര് നമ്മുടെ സമീപ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ മലബാർ മേഖലയിലെ കോളേജുകളിൽ നിന്ന് ഒരുമിച്ച് റിട്ടയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അന്നത്തെ ഒരു സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഇത് മനസ്സിലാക്കി സിജി ഒരു ഇടപെടൽ നടത്തി. ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് അന്ന് സിജിയുടെ അസോസിയേറ്റ് സംഘടനയായിട്ടുള്ള ഇന്ത്യ കേരളത്തിലെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ മലബാറിലെ ക്യാമ്പസുകളിലൊക്കെ UGC നെറ്റ് കോച്ചിങ് നടത്തുകയും അന്ന് PG പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് PG പഠിച്ച് കംപ്ലീറ്റ് ആക്കിയ ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നെറ്റ് കോച്ചിങ് സംഘടിപ്പിക്കുകയും അതിലൂടെ കുറേ അധികം പേർ നെറ്റ് ക്വാളിഫൈ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ 2010 മുതൽ 15 വരെ ബൾക്കായിട്ട് ഒരുമിച്ച് വന്ന വേക്കൻസികളിലേക്ക് അപ്പോയിൻമെന്റ് നടത്താൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുട്ടികൾക്കും അതേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ സാധിച്ചു എന്നുള്ള ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഇത് അന്ന് മാത്രമല്ല, ഓരോ മേഖലയിലും റിസർച്ചിൽ നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കുറവാണെന്ന് കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ റിസർച്ചിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുമ്പോൾ ആ മേഖലയിൽ വേണ്ട ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിനും ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ സിജിയുടെ അസോസിയേറ്റ് ആയിട്ടുള്ള റിസർച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷനിലൂടെ കുറെ നടക്കുകയുണ്ടായി, ഇപ്പോഴും നടന്നു വരുന്നു. ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് വിപ്ലവാത്മകരമായ മാറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിജി. ഇപ്പോ സിജിയുടെ സപ്പോർട്ടോടു കൂടി നടക്കുന്ന മലബാർ സൊസൈറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അതുപോലെയുള്ള ഒരു സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് പ്രത്യേകിച്ച് നെറ്റില്ല. മാത്തമാറ്റിക്കൽ സയൻസ് തന്നെയാണ് CSIR നടത്തുന്ന നെറ്റ്. സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപനത്തിനും മാത്തമാറ്റിക്കൽ സയൻസ് നെറ്റാണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. അത് പക്ഷേ ഒരു സ്റ്റാറ്റിസ്റ്റിക്സുകാരെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്കൽ സയൻസ് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമായ ഒരു ദൗത്യമാണ്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തില് പോപ്പുലേഷൻ സ്റ്റഡീസ് നെറ്റ് നടത്തുന്നത് UGC ആണ്. UGC നേരിട്ടാണ്. മിക്ക സയൻസ് വിഷയങ്ങളിലും നെറ്റ് ടെസ്റ്റ് നടത്തുന്നത് CSIR ആണ്. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസിൽ നെറ്റ് ക്വാളിഫൈ ചെയ്താൽ സ്റ്റാറ്റിസ്റ്റിക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് അപ്പോയിന്റ്മെന്റിന് എലിജിബിൾ ആണെന്ന കാര്യം മനസ്സിലാക്കുകയും അത്തരം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് MSc കഴിഞ്ഞ ആളുകളെ പോപ്പുലേഷൻ സ്റ്റഡീസ് നെറ്റിന് വേണ്ടി ഓറിയന്റ് ചെയ്യുകയും അങ്ങനെ അവരെ അതിൽ ഒരൊറ്റ ശ്രമത്തിൽ തന്നെ കുറേ അധികം പേരെ നെറ്റ് ക്വാളിഫൈ ചെയ്യിക്കുകയും ചെയ്ത അനുഭവമാണ് ഈ കഴിഞ്ഞ വർഷം നമുക്കുള്ളത്.
സിജിയുടെ സപ്പോർട്ടോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് മലബാർ സൊസൈറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ്. സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ വർഷം 70ഓളം പേർ രജിസ്റ്റർ ചെയ്ത ഒരു കോച്ചിങ്ങിൽ 28ഓളം പേർ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ള വലിയ ഒരു സന്തോഷമാണ് നമുക്ക് മുന്നിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ തന്ത്രപരമായ ഇടപെടലുകൾ അല്ലെങ്കിൽ നീഡ് അറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ് സിജി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോ സിജിയുടെ ഈ ഒരു ഇനീഷ്യേഷനും തന്നെ കുറേയധികം പേരെ, ധാരാളം പേരെ പിന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യിക്കാൻ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോ നമ്മുടെ മുമ്പിൽ നമുക്കറിയാം UGC നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ധാരണ, അല്ലെങ്കിൽ മിക്ക ആളുകളും കരുതിയിരുന്നത് അതൊരു അധ്യാപനത്തിനുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന രൂപത്തിൽ മാത്രമാണ് മിക്ക ആളുകൾ അതിനെ കണ്ടിരുന്നത്. JRF അതിലുണ്ട്. JRF ഒരു ഫെലോഷിപ്പാണ്, അത് റിസർച്ച് ചെയ്യാനുള്ള ഫെലോഷിപ്പ് തരുന്നു എന്നതിലുപരിയായിട്ട് നമ്മൾ ഭൂരിഭാഗവും അതിനെ കണ്ടിരുന്നത് ഈ കോളേജ് അധ്യാപനത്തിനുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അധ്യാപനത്തിനുള്ള ഒരു ഗേറ്റ് വേ ആയിട്ട് മാത്രമായിരുന്നു. പക്ഷെ ആ പേഴ്സ്പെക്റ്റീവിൽ നിന്നൊക്കെ നമ്മുടെ നാടും നമ്മളൊക്കെ ഏറെ മാറിയിട്ടുണ്ട്. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ് ആക്ച്വലി UGC നെറ്റ് എന്നുള്ളത്. ആ കാര്യം അറിയുന്ന അല്ലെങ്കിൽ ആ കാര്യം മനസ്സിലാക്കിയ ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുമ്പിൽ UGC നെറ്റ് എക്സാം തുറന്നു വെക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഉടൻ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം UGC നെറ്റ് എക്സാം, നമുക്ക് UGC നെറ്റ് എക്സാമിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് അത് നൽകുന്ന റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ അത് നൽകുന്ന മറ്റു അക്കാഡമിക് ഓപ്പർച്യൂണിറ്റീസ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാവുന്നതാണ്. UGC നെറ്റ് എക്സാം നമുക്കറിയാം, അത് UGC സയൻസ് വിഷയങ്ങളിലും അതുപോലെ തന്നെ ആർട്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലും നെറ്റ് എക്സാം നടത്തുന്നുണ്ട്. അതിലെ സയൻസ് വിഷയങ്ങളിലെ UGC നെറ്റ് എക്സാം അല്ലെങ്കിൽ നെറ്റ് എക്സാം നടത്തുന്നത് CSIR ആണ്. UGC നെറ്റ് എന്ന് പൊതുവെ പറയാറുള്ള ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് വിഷയങ്ങളിലുള്ള നെറ്റ് എക്സാം നടത്തുന്നത് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ ടെസ്റ്റ് UGCക്ക് വേണ്ടി നടത്തുന്നത് NTA, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ പ്രാഥമികമായിട്ട് പറയുകയാണെങ്കിൽ ഈ UGC നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് എലിജിബിൾ ആണ്. അതുപോലെ ദേ മേ ഗെറ്റ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അവർക്ക് കിട്ടാം. അതേപോലെ ഈ കഴിഞ്ഞ വർഷം മുതൽ PhD അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റുമായിട്ട് ഈ UGC നെറ്റ് എക്സാം പരിഗണിച്ച് വരികയാണ്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കൂടാതെ മറ്റ് റിസർച്ച് ഫെലോഷിപ്പുകൾ കൂടെ ഉണ്ട് എന്നത് മിക്ക ആളുകൾക്കും അറിയാത്തതാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ UGC നെറ്റ് ക്ലിയർ ചെയ്യേണ്ടത്? വാട്ട് ഈസ് ദ നീഡ് ഓഫ് ക്ലിയറിംഗ് UGC നെറ്റ് എന്ന് നമ്മോട് ചോദിക്കുകയാണെങ്കിൽ, ടു ഗെറ്റ് ദ ജോബ് ഓഫ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ. അങ്ങനെയല്ല. ഞാൻ 2009 നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. 2008 ഞാൻ PG കംപ്ലീറ്റ് ചെയ്യുന്നത്. എം.എഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് 2008. 2009 ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്ത സമയത്ത് ആ കാലഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാലഘട്ടമാണ്, നെറ്റ് ഉള്ള ആളുകളുടെ എണ്ണം കുറവായിരുന്നു. അത് ക്വാളിഫൈ ചെയ്ത് ഞാനൊരു ആഴ്ച നിലത്തുണ്ടായിരുന്നില്ല. ആ രൂപത്തിലായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന അപ്രീസിയേഷൻ, നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ ഒക്കെ. നെറ്റ് ക്വാളിഫൈ, അതായത് ഒരാഴ്ച മുമ്പുണ്ടായിരുന്ന ഞാനും നെറ്റ് ക്വാളിഫൈ ചെയ്തതിന് ശേഷമുള്ള ഞാനും വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവനിപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ എല്ലായിടത്തും പരിചയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.
നമുക്ക് നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നുള്ളൊരു പരിഗണന ഏതെങ്കിലും സ്ഥലത്ത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കാദമിക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോഴും നമ്മളൊരു അക്കാഡമിക് പ്രൊഫഷണൽ ആണ് എന്ന് കാണിക്കുന്ന അടയാളങ്ങളിൽ ഒന്നാണ് UGC നെറ്റ് ക്ലിയർ ചെയ്തു എന്നുള്ളത്. നിങ്ങൾ എന്താ പഠിച്ചത് എന്ന് ചോദിച്ചാൽ MSc ആണ്. നെറ്റ് ഉണ്ടോ എന്നുള്ളതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. നെറ്റ് ക്വാളിഫൈ ചെയ്തോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇനി നല്ല അപ്പോയിന്റ്മെന്റിനുള്ള റിസർച്ചിലേക്കൊക്കെ പോകണം. JRF ഉണ്ടോ ചോദിക്കും. JRF ഇല്ലെങ്കിൽ JRF നേടണം എന്ന് പറയും. അങ്ങനെ നമ്മളൊരു മതിപ്പോടുകൂടി അവർ കാണുകയും പിന്നീട് അടുത്ത ഘട്ടത്തെക്കുറിച്ച് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്കൊക്കെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കാഡമിക് അല്ലെങ്കിൽ വർക്കിന് വേണ്ടിയിട്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുമ്പോൾ നെറ്റുള്ള ആളാണെങ്കിൽ ഈ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് മാത്രമല്ല, എന്തെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നിങ്ങളെ പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? യു ഹാവ് ഗോട്ട് ദ ബാഡ്ജ് ഓഫ് അക്കാഡമിക് എക്സലൻസ്. ഒരാൾ ഒരു സബ്ജക്റ്റിൽ നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് അന്തം ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആ വിഷയത്തിൽ ബോധ്യമുണ്ട്, കുറച്ച് ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് നെറ്റ്. അപ്പോൾ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ, അക്കാഡമിക് പ്രൊഫഷണൽ ആയിട്ട് പരിഗണിക്കാൻ UGC നെറ്റ് നമ്മളെ സഹായിക്കുന്നുള്ളതാണ്. അതായത് ഒരു ക്വാളിഫൈഡ് അക്കാഡമിക് പ്രൊഫഷണൽ ആയിട്ടുള്ള റെക്കഗ്നിഷൻ നമുക്ക് കോമൺ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു വലിയ ഒരു ബാഡ്ജാണ്, ബെൽറ്റാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ നമുക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് കൂടിയാണ് UGC നെറ്റ് തരുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ എലിജിബിലിറ്റി ഫോർ PhD അഡ്മിഷൻ ആൻഡ് പ്രസ്റ്റീജിയസ് റിസർച്ച് ഫെലോഷിപ്പ്, അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റിസർച്ച് ഫെലോഷിപ്പ് നമ്മൾക്ക് കിട്ടും. അതേപോലെ PhD അഡ്മിഷനും നമ്മൾ ക്വാളിഫൈഡ് ആവും. ഇപ്പൊ നിങ്ങൾക്കറിയാം, പല യൂണിവേഴ്സിറ്റികളും PhD അഡ്മിഷന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ടെസ്റ്റുകൾ നടത്താറുണ്ട്. ഇനി അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ കുറേശ്ശെയൊക്കെ ഉണ്ട്. ഈ ഓർഡർ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഈ UGCയുടെ പുതിയ റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്ന സമയത്ത് ഇനി വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ടെസ്റ്റുകൾ, PhD അഡ്മിഷന് വേണ്ടി നടത്തുന്ന ടെസ്റ്റുകൾ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ക്വാളിഫൈ ചെയ്ത ആളുകൾ, അതായത് നെറ്റ് ക്വാളിഫൈ ചെയ്ത PhD അഡ്മിഷന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകളെ ആയിരിക്കും എന്തിനു പരിഗണിക്കപ്പെടുക? PhD അഡ്മിഷന് വേണ്ടി പരിഗണിക്കപ്പെടുക. അതുപോലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മറ്റ് റിസർച്ച് ഫെലോഷിപ്പുകൾക്കൊക്കെ പരിഗണിക്കാൻ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുന്ന ഒരു കാര്യമുണ്ടാവും. ഉദാഹരണം പറയാൻ ഞാൻ അടുത്ത സ്ലൈഡുകളിലായിട്ട് അത് പറയും. JRF കൂടാതെ നമുക്ക് എന്തൊക്കെ റിസർച്ച് ഫെലോഷിപ്പാണ് ഈ നെറ്റ് മാത്രം എഴുതുക വഴി കിട്ടുക എന്നുള്ളത്. നെറ്റ് എഴുതുക വഴി കിട്ടുന്ന മാത്രം കൂടാതെ നെറ്റ് വഴി നമ്മൾ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ നമുക്ക് തരുന്ന ഫെലോഷിപ്പുകളുണ്ട്. ഞാൻ ഒരു റിസർച്ച് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയാൽ എനിക്ക് കുറേ അധികം റിസർച്ച് ഫെലോഷിപ്പുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ICSSRന്റെ റിസർച്ച് പ്രോജക്റ്റുകൾ ഉണ്ടാവും, UGCയുടെ റിസർച്ച് പ്രോജക്റ്റുകൾ ഉണ്ടാവും. ഇതിനൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള കാരണം തന്നെ ഞാൻ UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത് അസിസ്റ്റന്റ് പ്രൊഫസറായി എന്നുള്ളതാണ്. അതുപോലെ മറ്റു വലിയ ഇന്റർനാഷണൽ ഏജൻസികൾ അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന റിസർച്ച് പ്രോജക്റ്റുകൾ, കേരള സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൊടുക്കുന്ന റിസർച്ച് ഫെലോഷിപ്പുകൾക്കൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു മാനദണ്ഡം UGC നെറ്റ് ആണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ആയിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് തീർച്ചയായിട്ടും കോളേജുകളിലേക്കും അതേപോലെ യൂണിവേഴ്സിറ്റികളിലേക്കും അധ്യാപനത്തിന് നമ്മളെ എലിജിബിൾ ആക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ വി ഹാവ് ടു ക്രാക്ക് UGC നെറ്റ്. ഇനി എന്താണ് ഇതിനു മുമ്പിൽ ക്വാളിഫൈ ചെയ്താലുള്ള നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്? നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒന്നുകൂടി ഓർഡർ ആക്കി പറയുകയാണ്. നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാം. ഇവിടെ കോളേജിൽ മാത്രമല്ല, യൂണിവേഴ്സിറ്റികളിലും.
കോളേജിലും യൂണിവേഴ്സിറ്റികളിലും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണെങ്കിൽ നമുക്ക് PG വേണം. PGക്ക് ഒരു നിശ്ചിത മാർക്ക് 55% ആണ്. അത് റിസർവേഷൻ കാറ്റഗറിക്ക് അതാത് സ്റ്റേറ്റിന്റെ പിന്നെ റിസർവേഷൻ അനുസരിച്ചുള്ള റിലാക്സേഷൻ ഉണ്ടാവും. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് നെറ്റാണ്. ആ നെറ്റില് ഒരു ഇളവും ആർക്കും ഇല്ല. ഒരു റിസർവേഷൻ കാറ്റഗറിക്കും ഇളവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക റിസർവേഷൻ കാറ്റഗറിയിലാണ് എന്നതുകൊണ്ട് നെറ്റിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുന്നില്ല. ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നമ്മൾ ഒഴിവാക്കപ്പെടും. അത് നമ്മൾ PhD ഹോൾഡർ ആണെങ്കിൽ നമുക്ക് നെറ്റ് വേണ്ട. പക്ഷെ PhD കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണോ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, അത് ഇല്ലാതെ പോവുകയും ചെയ്യും. നെറ്റിന് പകരമായിട്ട് PhD പരിഗണിക്കുകയാണെങ്കിൽ PhD കൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ബെനിഫിറ്റ് ആണോ കിട്ടാൻ പോയിരുന്നത്, അത് ഇല്ലാതെ പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് നെറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് കോളേജിലും അതേപോലെ യൂണിവേഴ്സിറ്റിയിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ട, അല്ലെങ്കിൽ ആ അസിസ്റ്റന്റ് പ്രൊഫസർ ആണുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ബൈ ക്ലിയറിംഗ് UGC നെറ്റ്. ഇനി കോളേജുകളിൽ ഇപ്പോൾ നമുക്ക് നെറ്റ് മതി അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ. പിന്നീട് യൂണിവേഴ്സിറ്റികളിലും നമുക്ക് നെറ്റ് മതി. നേരത്തെ അതിനിടക്ക് ഒരു നിയമം UGC കൊണ്ടുവന്നിരുന്നു. അതായത് യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകണമെങ്കിൽ PhD തന്നെ വേണമെന്ന്. പക്ഷെ അത് പിന്നീട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഇപ്പോൾ തന്നെ പക്ഷെ നമുക്കറിയാം, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ. ഓരോ നിയമങ്ങളും അതേപോലെ നിയന്ത്രണങ്ങളും അതേപോലെ എലിജിബിലിറ്റി ടെസ്റ്റുകളും എലിജിബിലിറ്റി ക്രൈറ്റീരിയൻസും ഒക്കെ കാലങ്ങൾ കഴിയും തോറും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. സമീപ ഭാവിയിൽ തന്നെ അത് യൂണിവേഴ്സിറ്റികളിൽ PhD ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ആവുകയാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വെയിവ് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് അറ്റ് ദ ഏർലിയസ്റ്റ് നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. അടുത്ത കാര്യം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. നമുക്കറിയാം, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, ജോലിയിൽ പ്രവേശിക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 വർഷം വരെ ഫെലോഷിപ്പോട് കൂടി മാസ ശമ്പളം പോലെ സ്റ്റൈപ്പൻഡ് ലഭിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിസർച്ച് ചെയ്യാം. മറ്റൊരു ചിന്ത നമുക്ക് വേണ്ട. ഞാൻ റിസർച്ച് ചെയ്തത്, ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ റിസർച്ച് ചെയ്തത്. പാർട്ട് ടൈം ആയിട്ട് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നോ. നമ്മൾ കോളേജിൽ ചെയ്യുന്ന എല്ലാ വർക്കുകളും പഠിപ്പിക്കൽ മാത്രമല്ല, പരീക്ഷ നടത്തൽ മാത്രമല്ല, വാല്യുവേഷൻ മാത്രമല്ല, പ്രാക്ടിക്കൽ എക്സാമുകൾ മാത്രമല്ല, കോളേജിൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. കോളേജിൽ വ്യത്യസ്തമായ കമ്മിറ്റികൾ ഉണ്ടാവും, വ്യത്യസ്തമായ ബോഡികൾ ഉണ്ടാവും. ഈ ബോഡികളിലൊക്കെ അതിന്റെ ചെയർമാൻ, കൺവീനർ, അതുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മൾ ചെയ്യുകയും വേണം. അതോടൊപ്പം നമ്മൾ റിസർച്ച് ചെയ്യുകയും വേണം. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് പൂർണ്ണമായിട്ടും റിസർച്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും വളരെ പെട്ടെന്ന് അത് ചെയ്തു തീർക്കാനും വളരെ പ്രയാസകരമാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനേക്കാളും എത്ര നല്ലതാണ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കിട്ടുന്ന അതേ, ഏകദേശം അതേ അത്ര തന്നെ സ്റ്റൈപ്പൻഡോടുകൂടി നമുക്ക് പൂർണ്ണമായിട്ടും റിസർച്ചിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അതിനേക്കാളും വലിയ അനുഗ്രഹം എന്താണുള്ളത്, അല്ലേ? അപ്പോ അങ്ങനെയുള്ള ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എലിജിബിൾ ആവും. ഈ നെറ്റ് എക്സാം എഴുതി അതിൽ ടോപ്പിൽ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളിൽ നമ്മൾ വരികയാണെങ്കിൽ. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് നമുക്ക് കിട്ടുക. മറ്റു പ്രിവിലേജസും ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശമ്പളം വാങ്ങുന്ന ആളുകളെ പോലെ തന്നെയുള്ള പ്രിവിലേജസ് ഏറെക്കുറെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിൽ നമുക്ക് ലഭ്യമാണ്. പിന്നെ PhD അഡ്മിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് PhDക്ക് അഡ്മിഷൻ ലഭിക്കും. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ, റിസർച്ച് സെന്ററുകളിലൊക്കെ PhDക്ക് അഡ്മിഷൻ ലഭിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഓരോ യൂണിവേഴ്സിറ്റികളും അതാത് അവർ സെപ്പറേറ്റ് നടത്തുന്ന ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ കയറിയും ബസ് കയറിയും ഫ്ലൈറ്റിലുമായിട്ട് നമ്മൾ പോകേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം
നേരത്തെ എന്തായിരിക്കും ഉണ്ടാവുക, JNUവിൽ ഒരു ദിവസം ഒരു ഡേറ്റിന് ടെസ്റ്റ് ഉണ്ടാവും. അതേ ഡേറ്റിന് തന്നെ ആയിരിക്കും ചിലപ്പം ജാമ്യ മില്ലിയയിൽ ഉണ്ടാവുക. നമ്മൾ രണ്ടിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ രണ്ടിനും നമുക്ക് പോകാൻ സാധിക്കില്ല, ഒന്നിനെ പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി രണ്ടും രണ്ട് ഡേറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, രണ്ടു പ്രാവശ്യം ഡൽഹിയിൽ പോയി വരണം. അതേപോലെ വ്യത്യസ്ത ദൂരങ്ങളിലുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടെയൊക്കെ പോയി വരാനുള്ള സമയം നമ്മൾ ചെലവഴിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം നമ്മൾ കണ്ടെത്തണം, അതിനു വേണ്ടിയിട്ടുള്ള ശാരീരികമായ യോഗ്യതകൾ നമ്മൾ ഉണ്ടാക്കണം, ശാരീരികമായ ഫിറ്റ്നസ് നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പോയി ഇപ്പൊ നമ്മൾ ഇത് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് PhDക്ക് അഡ്മിറ്റ് ചെയ്യാം, ജോയിൻ ചെയ്യാം. പക്ഷെ ഒരു ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു പ്രോസസ്സും കൂടി ഉണ്ട്, അവർ നടത്തുന്ന ഒരു ഇന്റർവ്യൂ പ്രോസസ്സും കൂടെ ഉണ്ട്. ആ ഇന്റർവ്യൂ പ്രോസസ്സിലും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇതിലൂടെ വന്നത്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖല, ഇത് നമ്മൾ പല ആളുകൾക്കും അറിയാത്തൊരു മേഖലയാണ്. വ്യത്യസ്ത ഗവൺമെന്റൽ ഏജൻസികളിൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബോഡികളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്രൂട്ട്മെന്റിൽ നമ്മൾ അർഹരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ONGC, NTPC, IOCL പോലെയുള്ള പെട്രോളിയം ഗ്യാസ് കമ്പനികളിലൊക്കെ അവർ കോൾ ഫോർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവരുടെ അഡ്വർടൈസ്മെന്റിൽ ശ്രദ്ധിച്ചാൽ അവർ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തതാണോ അല്ലേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ളതെന്നാണ് പറയാം. അതുപോലെ ഗവൺമെന്റിലെ മറ്റു ബോഡികളുണ്ട്. ഗവൺമെന്റ് നിയമിക്കുന്ന പിന്നെ താൽക്കാലികമായ ബോഡികൾ ഉണ്ടാവും. അതായത് 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ ഉണ്ടാകുന്ന റിസർച്ച് പ്രോജക്റ്റുകൾ ഉണ്ടാവും. ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട്, റിസർച്ച് അസോസിയേറ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഓട്ടോണമസ് ബോഡികളായിട്ടുള്ള NCERT, അതുപോലുള്ള NCTE, ഇങ്ങനെയുള്ള വ്യത്യസ്ത ഒക്കെ സ്റ്റേറ്റിലാണെങ്കിൽ SCERT, അങ്ങനെയുള്ള ഏജൻസികളൊക്കെ നടത്തുന്ന, അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്ത പോസ്റ്റുകളിലേക്ക്, അല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവുന്ന പോസ്റ്റുകളിലേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ പിന്നെ ഈ നെറ്റ് യോഗ്യത വെച്ചുകൊണ്ട് എലിജിബിലിറ്റി നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് മറ്റ് കരിയർ അവന്യൂസ് നെറ്റ് ക്വാളിഫൈ ചെയ്താലുള്ളതെന്ന് വളരെ ബ്രീഫായിട്ട്, വേറെ കുറേ ഉണ്ട്, ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന്, നമ്മൾ പോളിസി തിങ്ക് ടാങ്ക്സ് ആയിട്ട് നമ്മളെ ഓപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. നീതി ആയോഗ് പോലെയുള്ള, അതായത് പ്ലാനിങ് അക്കാഡമിക് പ്ലാനിങ്, അതുപോലെ മറ്റു പിന്നെ ഡെവലപ്മെന്റൽ പ്ലാനിംഗ് ഒക്കെ നടത്തുന്ന ഏജൻസികൾ, നീതി ആയോഗ് പോലെയുള്ള ഗവൺമെന്റൽ ഏജൻസികളിലേക്ക് നമ്മളെ പിന്നെ അവര് കോപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒബ്സർവ് റിസർച്ച് ഫൗണ്ടേഷൻ പോലെയുള്ള പ്രൈവറ്റ് ഏജൻസികൾ, ഇത് പോളിസി മേക്കിംഗ് നടത്തുന്ന ചില ഏജൻസികളാണ്. ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ. പോളിസി മേക്കിംഗ്, അതേപോലെ പ്രോജക്റ്റ് ക്രിയേഷൻ, അതേപോലെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ പോലെയുള്ള ചില മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഏജൻസിയാണ്. ഗവൺമെന്റിന് വേണ്ടിയിട്ട് പ്രോജക്റ്റുകൾ തയ്യാറാക്കുക, പോളിസി രൂപീകരണം നടത്തുക, അതുപോലെ പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടി പോളിസി രൂപീകരിക്കുക, അതേപോലെ റിസർച്ചുകൾ നടത്തുക പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏജൻസിയാണ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ. ഇവിടെയൊക്കെ അവർ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ അപ്പോയിന്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് അവർ സെലക്ട് ചെയ്യാറുള്ളത് എന്നതാണ്. പിന്നെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ റിസർച്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസർച്ച് അസോസിയേറ്റ് പൊസിഷൻസ് ആണ്. വളരെ വലിയ റിസർച്ച് പ്രോജക്റ്റുകൾ, ഇപ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഒരു അക്കാഡമിക് പ്രോജക്റ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് അതുമായി ബന്ധപ്പെട്ട സ്റ്റഡി നടന്നിട്ടുണ്ടാവും. അത് നടത്താനായിട്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ അത്തരം പുതിയ സ്റ്റഡികൾ മാത്രമല്ല, വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നിരന്തരം, പിന്നെ മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിരന്തരം റിസർച്ച് പ്രോജക്റ്റുകൾ
പിന്നെ ഗവൺമെന്റ് ഇങ്ങനെ കൊടുക്കാറുണ്ട്, നടത്താറുണ്ട്. ആ റിസർച്ച് പ്രോജക്റ്റുകളിലേക്കൊക്കെ റിസർച്ച് അസിസ്റ്റന്റിന്റെയും അത് റിസർച്ച് അസോസിയേറ്റിന്റെയും ഒക്കെ പോസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കോളേജുകളിൽ തന്നെ ICSSR മൈനർ റിസർച്ച് പ്രോജക്റ്റ്, മേജർ റിസർച്ച് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ കോളേജിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് റിസർച്ച് അസോസിയേറ്റ് പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ നടന്നു. അതേപോലെ റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ നടന്നു. എൻ്റെ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകൻ, കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആവുമ്പോൾ ഈ ഏകദേശം നല്ല ഒരു സാലറി തന്നെയാണ് ഗസ്റ്റ് ലെക്ചർമാർക്ക് കിട്ടുന്നത്. അദ്ദേഹം പിന്നെ ആ ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു ഇതുവരെ. ഗസ്റ്റ് ലെക്ചറൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാതെ ഈ റിസർച്ച് അസോസിയേറ്റ് ഇന്റർവ്യൂവിന് പങ്കെടുത്തു. 47,000 ആണ് മന്ത്ലി ഈ റിസർച്ച് അസോസിയേറ്റ് പൊസിഷനിൽ സാലറി ലഭിക്കുന്നത്. ഇപ്പൊ ഒരു നെറ്റ് കിട്ടാതെ നമ്മളൊരു ഹൈസ്കൂളിലോ ഒരു അൺഎയ്ഡഡ് സ്കൂളിലോ ഒരു അൺഎയ്ഡഡ് CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ അൺഎയ്ഡഡ് കോളേജിലോ വർക്ക് ചെയ്താൽ നമുക്ക് മാക്സിമം എത്ര കിട്ടുക? 6,000 മുതൽ ശമ്പളം കൊടുക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നമുക്കറിയാം. അല്ലെങ്കിൽ മലയാളം മീഡിയം സ്കൂളുകൾ അറിയാം അല്ലെ? 15,000 ശമ്പളം കൊടുക്കുന്ന, 12,000 ശമ്പളം കൊടുക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ നമുക്കറിയാം. അങ്ങനെയൊക്കെ നടക്കേണ്ടി വരുന്നത് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം അത്തരം ഒരു നെറ്റ് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ റിസർച്ച് അസിസ്റ്റന്റ്, റിസർച്ച് അസോസിയേറ്റ് ഇന്റർവ്യൂകളിൽ നമുക്ക് പങ്കെടുക്കാം. അതിൽ പോയിട്ട് നമുക്കൊരു കോളേജ് അധ്യാപകനോട് ഏകദേശം അടുത്ത സാലറി അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകൻ ഗസ്റ്റ് ലെക്ചറർ അവിടെ ഫുൾ ടൈം ഗസ്റ്റ് ലെക്ചറർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 47,000 വർക്ക് ലോഡ് ഇല്ലാത്തത് കൊണ്ടാണ് 47,000 കിട്ടുമായിരുന്നില്ല. അപ്പോൾ ആ ഗസ്റ്റ് ലെക്ചറർ വേക്കൻസിയിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് റിസർച്ച് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് പോസ്റ്റിന്റെ ഇന്റർവ്യൂവിന് വരികയും സെലക്ട് ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പം മിക്ക കോളേജ് അധ്യാപകർക്കും റിസർച്ച് പ്രോജക്റ്റുകൾ കിട്ടുന്നുണ്ട്. ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ മാത്രമല്ല, മറ്റ് വിദേശ ഗവൺമെന്റുകളുടെ, വിദേശ യൂണിവേഴ്സിറ്റികളുടെതൊക്കെ കിട്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ റിസർച്ച് അസിസ്റ്റന്റിന്റെയും അസോസിയേറ്റിന്റെയും ഒക്കെ പോസ്റ്റുകൾ ഗവൺമെന്റൽ ഏജൻസികളിൽ മാത്രമല്ല, പ്രൈവറ്റ് ഏജൻസികളിൽ, NGOകളിലുണ്ട്. അതേപോലെ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഇത്തരം പോസ്റ്റുകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരികയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ നോക്കൂ, അക്കാഡമിക് ആൻഡ് റിസർച്ച് കൺസൾട്ടൻസി റോൾ അല്ലെ? റിസർച്ച് കൺസൾട്ടൻസി എന്ന് പറഞ്ഞത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ ഒക്കെ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോഴൊക്കെ നമ്മളൊന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ആ പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കുകയായിരുന്നു ചെയ്യുക, ആ പ്രോജക്റ്റിലേക്ക് കിടക്കുകയായിരുന്നു ചെയ്തിരുന്നത് ചില ചില സാഹചര്യങ്ങളിലെങ്കിലും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികൾ പോലും അവർ ഏതെങ്കിലും ഒരു ഇന്റർവെൻഷൻ പുതുതായിട്ട് നടത്താൻ പോവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി നടത്തിയിട്ട് ഈ തുടങ്ങാൻ പോകുന്ന സംരംഭം അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റ് വിജയകരമാകണമെങ്കിൽ അല്ലെങ്കിൽ വിജയകരമാകുമോ എന്നതൊരു സ്റ്റഡി നടത്തിയിട്ട് കണ്ടുപിടിക്കും. ഇപ്പൊ ഒരു ഷോറൂം തുറക്കുന്നത് തന്നെയാണെന്ന് കരുതുക, ഒരു ടെക്സ്റ്റൈൽസ്. അപ്പോൾ ആ ടെക്സ്റ്റൈൽസ് ഒരു പ്രത്യേക ടൗണിൽ തുടങ്ങാൻ പോവുകയാണെങ്കിൽ, ആ ടെക്സ്റ്റൈൽസ് തുടങ്ങുകയാണെങ്കിൽ ആ ടൗണിനെ കുറിച്ച് പഠിക്കണം. ആ ടൗണിൽ എത്ര ടെക്സ്റ്റൈൽസുകൾ ഉണ്ട് എന്നറിയണം. അവിടെ അതുവരെയുള്ള കഴിഞ്ഞ 10 വർഷത്തിൽ തുടങ്ങിയ എത്ര ടെക്സ്റ്റൈൽസുകൾ വിജയകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിയണം. കഴിഞ്ഞ 10 വർഷത്തിൽ തുടങ്ങിയ ടെക്സ്റ്റൈൽസുകൾ എത്ര എണ്ണം പൂട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ നിലവിലുള്ള ടെക്സ്റ്റൈൽസിന്റെ വിജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നിൽക്കുന്ന പൊസിഷൻ എങ്ങനെയാണ്, അവിടത്തേക്കുള്ള ആക്സസ് എങ്ങനെയാണ്, അവിടെ ഏത് തരത്തിലുള്ള ആളുകളാണ് പർച്ചേസിന് വേണ്ടി വരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് അവിടെ ഒരു ടെക്സ്റ്റൈൽസ് നമ്മൾ സ്ഥാപിക്കുന്നത് എങ്കിൽ അതിനുള്ള വിജയ സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത മുതലാളിമാർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങുകയാണെങ്കിൽ പോലും ഒരു റിസർച്ച് കൺസൾട്ടൻസിയെ സമീപിച്ച് ഇവിടെ ഇങ്ങനെ ഒരു റിസർച്ച് തുടങ്ങാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് നിങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തരണം എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് കൺസൾട്ടൻസി ആയിട്ട്
വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിൽ നമുക്ക് സാധ്യതകളുണ്ട്. റിസർച്ച് കൺസൾട്ടൻസി ഇതിൽ മാത്രമല്ല, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറേ അധികം റിസർച്ചിൽ താല്പര്യമുള്ള ആളുകൾ, ഈ ഇൻഡിവിജ്വൽ റിസർച്ച് ചെയ്യുന്ന ആളുകൾ, ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് റിസർച്ച് ഡിസൈൻസും അതേപോലെ റിസർച്ച് സ്ട്രാറ്റജീസ് ഒക്കെ ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന കൺസൾട്ടൻസികളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ റിസർച്ച് കൺസൾട്ടൻസിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ്. അല്ലെങ്കിൽ റിസർച്ച് കൺസൾട്ടൻസികളെ സമീപിക്കാം. അത്തരം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് UGC നെറ്റിലൂടെ കിട്ടാനുണ്ട്. അതേപോലെ നമ്മളൊരു ടീച്ചർ അപ്പോയിന്റ്മെന്റിന് കോളേജിലേക്ക് പോവുകയാണെങ്കിൽ, യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് വെറും PGയും UGC നെറ്റും ഉണ്ടായാൽ നമുക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇതിലുപരിയായിട്ട് മറ്റു ചില കാര്യങ്ങളിൽ കൂടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളെ ഗ്രാജുവേഷനിലെ മാർക്ക്, ഈ ഒരു അപ്പോയിന്റ്മെന്റിനുള്ള ഇന്റർവ്യൂ നടക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്കോറുകളുണ്ട്. ഇന്റർവ്യൂവിനൊരു സ്കോർ ഉണ്ട്. അതായത് 30% അല്ലെങ്കിൽ 30 മാർക്സ് എന്ന് പറഞ്ഞിട്ട് സ്കോർ ഉണ്ട്. അതേപോലെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് പ്രത്യേക സ്കോർ ഉണ്ട്. അതായത് നമ്മൾ PhD നേടിയതാണെങ്കിൽ നമുക്ക് അതിനൊരു വെയിറ്റേജ്, അതിന് 25 മാർക്ക് വെയിറ്റേജ്, അതാണ് ഇപ്പോഴത്തെ വെയിറ്റേജ്. അതേപോലെ നമ്മൾ നെറ്റ് വിത്ത് JRF ആണ് നമ്മൾ നേടിയതെങ്കിൽ അതിന് 10 മാർക്കിന്റെ വെയിറ്റേജ്. വെറും നെറ്റ് മാത്രമാണ് നമ്മൾ നേടിയതെങ്കിൽ അതിന് 8 മാർക്ക് വെയിറ്റേജ്. നമ്മൾ എന്തെങ്കിലും റിസർച്ച് പബ്ലിക്കേഷൻസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക്കേഷന് 2 മാർക്ക് തോതിൽ 3 പബ്ലിക്കേഷൻ വരെ മാക്സിമം 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അതേപോലെ നമ്മൾ എന്തെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ 1 വർഷത്തിന് 2 മാർക്സ് എന്ന നിലക്ക് 5 വർഷം വരെ 10 മാർക്ക്. ഇങ്ങനെ കുറേ അധികം ക്രൈറ്റീരിയൻസ് വെച്ചുകൊണ്ട് നമുക്കൊരു സ്കോർ തീരുമാനിക്കുകയും നമ്മുടെ അക്കാഡമിക് പെർഫോമൻസിനനുസരിച്ച് നമുക്ക് കിട്ടിയ സ്കോറുകൾ വെച്ചുകൊണ്ട് നമ്മുടെ വെയിറ്റേജ് കൂടുകയും സാധ്യത. ഇത് നേരത്തെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇതിന് കിട്ടിയ സ്കോറും ഇന്റർവ്യൂവിന്റെ സ്കോറും കൂടെ കൂട്ടി ചേർത്തിട്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ ഇതിന്റെ സ്കോറ് പിന്നെ ടോട്ടൽ മാർക്കിന്റെ കൂടെ ആഡ് ചെയ്യൂല. പക്ഷെ നമ്മളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ആ ഇന്റർവ്യൂവിന് ഒരു പോസ്റ്റിലേക്ക് ഒരു ഇന്റർവ്യൂവിന് മാക്സിമം കോൾ ചെയ്യുന്നത്, വിളിക്കേണ്ടത് ഒരു 20 ആളുകൾ മാത്രം ഇന്റർവ്യൂവിന് വിളിച്ചാൽ മതി. അപ്പോൾ ഒരു പോസ്റ്റിന് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ വിളിക്കുമ്പോൾ കുറേ ആളുകൾ ഈ പൈസയൊന്നും കൊടുക്കാതെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതായതുകൊണ്ട് 40ഓ 50ഓ 60ഓ 100 ആളുകളൊക്കെ അപ്പോയിന്റ് ചെയ്യും. പക്ഷെ ഇത്രയും ആളുകളെ ഇന്റർവ്യൂവിൽ വിളിച്ചു കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കാൻ ഉള്ള ഒരു സ്ക്രീനിങ്ങിനുള്ള മാർക്കായിട്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കുകളൊക്കെ പരിഗണിക്കുക. അപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കാൻ പോലും നമുക്ക് നെറ്റ്, JRF പോലെയുള്ള ക്വാളിഫിക്കേഷൻസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ അതിന് സ്കോർ കിട്ടും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ നെറ്റ് നേടി അല്ലെങ്കിൽ പിന്നെ വെറുതെ നടന്ന് നെറ്റ് മാത്രം കിട്ടിയാൽ നമുക്ക് പിന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടുമെന്നുള്ള ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ പിന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുള്ളതാണ്. അതുകൊണ്ട് നെറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ JRF നേടുക എന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു മോട്ടിവേഷൻ ആവേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഇപ്പോൾ തൊട്ട് മുമ്പ് ഒരു 2-3 ആഴ്ച മുമ്പ് സിൻഡിക്കേറ്റിന്റെ ഒരു ഡിസിഷൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ ഒരു ഡിസിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്രങ്ങളിലൊക്കെ, ഒരു ഉത്തരവ് ഇറങ്ങിയതായിട്ടില്ലേ. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വേണം, അപ്പോയിന്റ്മെന്റിന് UGC നെറ്റ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തതായിട്ട് കണ്ടിരുന്നല്ലോ അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അത് താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും മരവിപ്പിക്കുന്ന ഒരു സാഹചര്യമല്ല ഇനി വരാൻ പോകുന്നത്. അത് നിർബന്ധം തന്നെയാകും. ആക്ച്വലി അത് ഇപ്പോഴല്ല നിർബന്ധമായത്. UGC റെഗുലേഷൻ പ്രകാരം UGCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന UGC ഹയർ എഡ്യൂക്കേഷന്റെ ഇന്ത്യയിൽ ഒട്ടാകെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നയരൂപീകരണം, റെഗുലേഷൻ രൂപീകരിക്കുക, അതിലെ ക്വാളിറ്റി നിയന്ത്രിക്കുക, ക്വാളിറ്റി മീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതല UGCക്കാണ്. ആ UGC ഒരു റെഗുലേഷൻ 10 വർഷത്തിൽ റെഗുലേഷൻസ് ഇറക്കും. ആ 10 വർഷത്തിലുള്ള റെഗുലേഷൻസിലും ആ റെഗുലേഷൻ പ്രകാരമാണ് ഇന്ത്യയിലുള്ള എല്ലാ കോളേജുകളും യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കേണ്ടത്. UGC നെറ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കുറെ മുമ്പേ പറയുന്നതാണ്.
പക്ഷെ പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും പിന്നെ UGC നെറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ചില സെൽഫ് ഫിനാൻസിങ് മാനേജ്മെന്റുകളെങ്കിലും എന്ത് ചെയ്യില്ല, UGC നെറ്റുള്ള ആളുകൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് UGC നെറ്റുള്ളവരെ ഒഴിവാക്കിയിട്ട് UGC നെറ്റ് ഇല്ലാത്തവരെ അപ്പോയിന്റ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് ഉയർന്ന സാലറി ചോദിക്കാൻ അർഹതയില്ലല്ലോ, കാരണം നമുക്ക് നെറ്റ് ഇല്ല. അതേസമയം UGC നെറ്റ് ഉള്ളവരെ വരികയാണെങ്കിൽ അവർ ചെറിയൊരു ഹൈക്ക്, ഒരു 1000 രൂപയുടെ 2000 രൂപയുടെ ഹൈക്ക് കൊടുത്തിട്ട് അവരെ അപ്പോയിന്റ് ചെയ്യുന്ന, പേരിന് മാത്രം അത്തരം ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഇത് കൂടാതെ തന്നെ ഇതൊരു കാര്യം, ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഈ പുതിയ NEP ഒക്കെ വരുന്ന സമയത്ത് ഓട്ടോണമസ് കോളേജുകൾ, അതേപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ സജീവമാകുന്ന, അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെയൊക്കെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊക്കെ NOC കിട്ടണമെങ്കിൽ, അതിനൊക്കെ റെക്കഗ്നിഷൻ ഒക്കെ കിട്ടണമെങ്കിൽ, ഗവൺമെന്റിൽ നിന്ന് യൂണിവേഴ്സിറ്റിക്ക് കിട്ടണമെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യണമെന്ന നിബന്ധന കൃത്യമായിട്ട് പാലിക്കണമെന്ന് UGCയുടെ ഡയറക്ഷൻസ് കൃത്യമായി പാലിക്കണമെന്നുള്ളത് കൊണ്ട് ആണ് ഇങ്ങനെ ഒരു പിന്നെ നിയമത്തിലേക്ക് സിൻഡിക്കേറ്റ് വൈകിയാണെങ്കിലും എത്തിയത്. പക്ഷെ ഇപ്പൊ താൽക്കാലികമായി മരവിപ്പിച്ചതാണെങ്കിലും ഇത് മുന്നോട്ട് ഇതേപോലെ പോകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇനി നിർബന്ധമായിട്ടും ഈ UGC ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പോലും വർക്ക് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് വരുന്നത്. അതുകൊണ്ട് നെറ്റ് ഉടൻ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം. ഇതിലുപരിയായിട്ട് നിങ്ങൾക്കറിയാം, ഒരു മാസം മുമ്പാണ് നമ്മുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് കേരള ഗവൺമെന്റ് അംഗീകരിച്ചത്, അല്ലേ? അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് അംഗീകരിച്ചതിന്റെ പിറ്റു ദിവസങ്ങളിലെ തന്നെ പത്രങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കോഴിക്കോട് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ജെയിൻ തുടങ്ങുന്നു. അതേപോലെ പിന്നെ മർക്കസ് നോളജ് സിറ്റി യൂണിവേഴ്സിറ്റി തുടങ്ങുന്നു. അങ്ങനെ വ്യത്യസ്ത സംഘടനകളും ഏജൻസികളൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തി. അവിടെയൊക്കെ അധ്യാപകർ വേണം. ഈ അധ്യാപകർക്കൊക്കെ UGC പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് റെക്കഗ്നീഷൻ കിട്ടുക, ഗ്രാന്റ് കിട്ടുക. ITEP, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇപ്പോൾ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളിലേക്ക് വരികയാണെങ്കിൽ, ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളിൽ ഈ നിബന്ധന നേരത്തെ ഉണ്ട്. UGC പറയുന്ന നിബന്ധന NCTE അത് ഇങ്ങനെ പരിശോധിക്കുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജുകളിൽ നെറ്റില്ലാത്ത ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ, കുറച്ചു കാലം മുമ്പ് തന്നെ നെറ്റില്ലാത്ത ആളുകളൊക്കെ അവർ പിരിച്ചുവിടുകയും പുതിയ പുതിയ ആളുകളെ, പഴയ നെറ്റുള്ള ആളുകൾ മാത്രം അപ്പോയിന്റ് ചെയ്യുകയും, കുറേ മുമ്പേ ഉള്ള ആളുകൾക്ക് എക്സംഷൻ കൊടുക്കുകയും, ചില ആളുകൾക്ക് 5 വർഷത്തിനുള്ളിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുള്ള കണ്ടീഷനിൽ അവിടെ നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇനി അത് പിന്നെ പക്ഷെ NCT എന്ന് പറയുന്ന ഈ ടീച്ചർ എഡ്യൂക്കേഷന്റെ അപ്പെക്സ് ബോഡി ഓരോ വർഷവും മോണിറ്റർ ചെയ്യുമായിരുന്നു, നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾ തന്നെയാണോ അവിടെ ഉള്ളത് എന്നൊക്കെ. അതുപോലെ ഈ ഇത്തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും സെൽഫ് ഫിനാൻസിങ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത്തരം ഒരു മോണിറ്ററിംഗ് സംവിധാനം കൂടി വരാൻ പോവുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജ് പോർട്ടൽ എന്ന് പറയുന്ന അധ്യാപകരുടെ ഒരു പോർട്ടൽ ഉണ്ട്. അധ്യാപകരുടെ ഒരു പിന്നെ ഡാറ്റാബേസ് ഉണ്ട്. ആ ഡാറ്റാബേസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ ഇനി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് വാസ്തവം. അത്തരം ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെ ഇനി അതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വരെ ആ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ സംസാരമുണ്ടായിരുന്നു. പക്ഷെ തീരുമാനം മരവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. എങ്കിലും അത് കുറെ കാലത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവേണ്ടതാണ്. അതുപോലെ നമുക്ക് ഉള്ള മറ്റൊരു മേഖലയാണ് എഡ്ടെക് കമ്പനീസ്. നമുക്ക് അറിയാൻ പറ്റും, എഡ്ടെക് കമ്പനീസിന്റെ വളർച്ച വളരെ വലുതാണ്. പിന്നെ ഇന്റർവെൽ പോലെയുള്ള ചെറിയ ട്യൂഷൻ സെന്റർ ആയിട്ട്, ഓൺലൈൻ ട്യൂഷൻ സെന്റർ ആയിട്ട് തുടങ്ങിയ പിന്നെ സ്ഥാപനങ്ങൾ, ഓൺലൈൻ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ വലിയ എഡ്ടെക് കമ്പനികളായിട്ട് രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ. അപ്പോ അവരൊക്കെ 8 കോടിയും 10 കോടിയും ഒക്കെ ടേൺ ഓവർ ഉള്ള കമ്പനികളായി മാറുകയാണ്. ഇവിടെയൊക്കെ ഹയർ എഡ്യൂക്കേഷനിലേക്കൊക്കെ അവർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ ഇന്റർവെൽ പോലെ അല്ലാത്ത മറ്റു കുറേയധികം എഡ്യൂടെക് കമ്പനികളുണ്ട്. അവിടെയൊക്കെ അവർ ഒരു ക്വാളിഫിക്കേഷനായിട്ട് UGC പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ ആണല്ലോ, ആ ക്വാളിഫിക്കേഷൻ തന്നെ എഡ്യൂടെക് കമ്പനികളിലും
സ്വീകരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതിനോടകം തന്നെ പല കമ്പനികളും അത്തരം യോഗ്യതകൾ പിന്നെ ഈ അത്തരം കമ്പനികളൊക്കെ UGC നെറ്റ് യോഗ്യതയായിട്ട് പരിഗണിച്ചു വരികയാണ്. അതുപോലെ നമുക്കറിയാം, നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതേപോലെ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന തരം പോസ്റ്റുകളൊക്കെ നമ്മൾ ഗ്ലോബലായിട്ട് ഇപ്പം പിന്നെ ഷോർട്ട് ടേം കോഴ്സുകൾക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, കോഴ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കോഴ്സിറ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് അല്ലെങ്കിൽ പ്രത്യേകം ആളുകൾക്ക്, പ്രത്യേകം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായ സ്കില്ലുകൾ മാത്രം നേടാനായിട്ടുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്ത് വരികയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർക്ക് അറിയണം. അതേപോലെ അവർക്ക് ഒരുവിധം സൈക്കോളജി, അല്ലെ, വ്യക്തികളുടെയൊക്കെ സൈക്കോളജി അറിഞ്ഞാലാണ്, വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ് അവരുടെ മുമ്പിൽ വരിക. അപ്പോൾ വ്യക്തികളുടെ ഹ്യൂമൻ സൈക്കോളജി അവർക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിഞ്ഞാലാണ് അവർക്ക് ഈ രോഗികളുമായിട്ട്, പേഷ്യൻസുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നന്നായിട്ട് ഇടപഴകാനൊക്കെ സാധിക്കുക. അപ്പൊ നേഴ്സുമാർക്ക് ആവശ്യമായിട്ടുള്ള സൈക്കോളജി അതൊരു ചെറിയ ഷോർട്ട് ടേം കോഴ്സായിട്ട് പിന്നെ പലയിടത്തും ആവശ്യമായി വരികയാണ്. അപ്പൊ അങ്ങനെ അതൊരു സ്ട്രക്ചേർഡ് അല്ലാത്ത കോഴ്സുകളായിട്ട് ഇപ്പോൾ പല കമ്പനികളും പല പ്രൈവറ്റ് ഏജൻസികളും കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോഴ്സറ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ അത് കൊടുക്കുന്നുണ്ട്. അത്തരം കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർമാരായിട്ട്, ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് എന്നാണ് അങ്ങനെയുള്ള ആളുകളെ പറയാ. അങ്ങനെയുള്ള ഡിസൈനർമാരായിട്ടുള്ള പോസ്റ്റുകളിൽ അവർ പറയുന്നത് കണ്ടന്റിലെ കോമ്പിറ്റൻസിയാണ് അവർ പരിശോധിക്കുന്നത്. കണ്ടന്റിലെ കോമ്പിറ്റൻസി പരിശോധിക്കാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് UGC നെറ്റ്. അപ്പോൾ UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഒന്നും നോക്കാൻ സാധ്യതയില്ല, നിങ്ങളെ അവർ അപ്പോയിന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കണ്ടന്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾ, കണ്ടന്റ് ഡെവലപ്പേഴ്സ് എന്ന് പറയും. കണ്ടന്റിനെ ഡെവലപ്പ് ചെയ്യാം, നമുക്കറിയാവുന്ന ഒരു കോൺസെപ്റ്റിനെ, നമുക്കറിയാവുന്ന ഒരു വിഷയത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക കോഴ്സിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ പരിഗണിക്കാനും ഈ സബ്ജക്റ്റിലെ കോമ്പിറ്റൻസി അളക്കാനുള്ള ഒരു ടെസ്റ്റ് എന്ന നിലയ്ക്ക് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെ ഇത്തരം ജോലികളിലൊക്കെ പരിഗണിക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് നമ്മൾ എത്ര സാധ്യതകളാണ് പറഞ്ഞത്. അതുപോലെ റിസർച്ചിന്റെ കാര്യം, റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോലെ റിസർച്ച് ജോബായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഫിൻലാൻഡിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോയി. അവൻ റിസർച്ച് ഒക്കെ കഴിഞ്ഞു, 3-4 വർഷം കൊണ്ട് റിസർച്ച് ഒക്കെ അവൻ പൂർത്തിയാക്കി. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം അവന് എന്നെ വിളിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, നീ എവിടുന്നാ വിളിക്കുന്നതെന്ന് വെച്ചപ്പോ ഞാൻ ഫിൻലാൻഡിൽ തന്നെ. ഓ, അപ്പൊ എന്താണ്, പിന്നെ എന്താ അവിടെ പരിപാടി ഇപ്പോന്ന് ചോദിച്ചപ്പോ റിസർച്ച് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ, ഇപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചപ്പോ റിസർച്ച് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, റിസർച്ച് കംപ്ലീറ്റ് ആയില്ലേ നേരത്തെ? അങ്ങനെ ചോദിച്ചപ്പോ റിസർച്ച് പഠനം കംപ്ലീറ്റ് ആയി, ഞാനിപ്പോ എന്റെ ജോലി റിസർച്ച് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അവൻ വ്യത്യസ്ത ഗവൺമെന്റിന് വേണ്ടിയിട്ട്, അതേപോലെ വ്യത്യസ്ത പ്രൈവറ്റ് ഏജൻസികൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് നടത്തി കൊടുക്കുന്ന റിസർച്ചറാണ്, ഫ്രീലാൻസ് റിസർച്ചറാണ്. ഇവിടെ നമ്മൾ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണോ നോക്കൂ നിങ്ങൾ അതിൻ്റെ ഒരു വളർച്ച. അങ്ങനെ റിസർച്ചറായിട്ട് വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ, ഫിൻലാൻഡ് നമുക്കറിയാം എഡ്യൂക്കേഷനിൽ ഏറ്റവും ഉയർന്ന ഒരു മോഡൽ കാണിച്ചു തരുന്ന ഒരു രാഷ്ട്രമാണ്. അവിടെ റിസർച്ചറായിട്ട് ജോലി ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് നോക്കൂ, നമ്മൾ ഏറ്റവും വലിയ റിസർച്ച് മോഡൽ കാണിക്കുന്ന അവിടെ അതൊരു വലിയ അംഗീകാരമാണ്. പിന്നെ മാത്രമല്ല അവിടെ അതിന് കിട്ടുന്ന ശമ്പളമൊക്കെ വളരെ വലുതായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ റിസർച്ച് മേഖലയിലാണെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിലും അതേപോലെ മറ്റു പല പോസ്റ്റുകളിലായിട്ടുള്ള സാധ്യതകളാണ് നെറ്റ് ക്വാളിഫൈ ചെയ്താൽ നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഏതൊക്കെ കാറ്റഗറിയിലാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഒന്ന്, പിന്നെ 2-3 കാറ്റഗറിയാണ്. ഒന്നാമത്തെ കാറ്റഗറിയിൽ അവാർഡ് ഓഫ് JRF ആൻഡ് അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ. ഇങ്ങനെയുള്ള ഈ ഒന്നാമത്തെ കാറ്റഗറിയിൽ ഈ ടെസ്റ്റിലൂടെ എലിജിബിൾ ആകുന്ന ആളുകള് എന്തിനൊക്കെ ക്വാളിഫൈഡ് ആയിരിക്കും? അയാൾക്ക് JRF കിട്ടും, അയാൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ വേണ്ടി ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടും, അതേപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ അയാൾ എലിജിബിൾ ആയിരിക്കും, അയാൾ PhD അഡ്മിഷനും എലിജിബിൾ ആണ്.
രണ്ട് തരത്തിൽ PhD അഡ്മിഷനാണ്. JRF സ്റ്റൈപ്പൻഡോട് കൂടി JRF ചെയ്യാനുള്ള ഒരു സാധ്യത അയാൾക്കുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ സ്റ്റൈപ്പൻഡ് ഒന്നും വേണ്ട, ഞാൻ ഉദ്ദേശിച്ച ഒരു പ്രത്യേക സ്ഥലത്ത് പിന്നെ PhD അഡ്മിഷൻ ചെയ്യണമെന്ന് അയാൾ വിചാരിക്കുകയാണെങ്കിൽ അവിടെയും JRFോട് കൂടി തന്നെ ചെയ്യാൻ പറ്റും. അയാൾ കരുതുക ഞാൻ സ്റ്റൈപ്പൻഡ് ഒന്നും വാങ്ങില്ല എങ്കിൽ അങ്ങനെ അയാൾക്ക് റിസർച്ച് ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവും. അപ്പോൾ ഒരാൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അയാൾ JRF ക്വാളിഫൈ ചെയ്താൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കലി അയാൾ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് എലിജിബിൾ ആയിരിക്കും, PhD അഡ്മിഷൻ എലിജിബിൾ ആയിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD. അയാൾ JRF ക്വാളിഫൈ ചെയ്തില്ല. JRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ടോപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റയിൽ വരുന്ന ആളുകളായിരിക്കും. ഈ ടെസ്റ്റിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആളുകളായിരിക്കും ഒന്നാമത്തെ കാറ്റഗറിയിൽ വരിക. അതിന് താഴെ വരുന്ന ആളുകൾ അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ്, അവരായിരിക്കും നെറ്റ് ക്വാളിഫൈ. അവർ താഴെ വരുന്ന എല്ലാവരും അല്ല, ഈ മൂന്നാമത്തെ കാറ്റഗറിക്ക് മുകളിൽ വരുന്ന ആളുകൾ, അതായത് ഒന്നാമത്തെ കാറ്റഗറിന്റെ താഴെയും മൂന്നാമത്തെ കാറ്റഗറിന്റെ മുകളിലും വരുന്ന വിഭാഗത്തെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ എലിജിബിൾ ആയിരിക്കും. അതേപോലെ PhD അഡ്മിഷനും എലിജിബിൾ ആയിരിക്കും. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ PhD അഡ്മിഷൻ അവർ എലിജിബിൾ ആയിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി അവർക്ക് JRF ഉണ്ടാവില്ല. അതേപോലെ അവർ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനും എലിജിബിൾ ആവില്ല. പക്ഷെ ഇന്ത്യയിലുള്ള ഏത് സ്ഥാപനങ്ങളിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസർച്ച് ചെയ്യാനുള്ള യോഗ്യത ഉണ്ട്. അതായത് ഈ നെറ്റ് പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലും അതാത് റിസർച്ച് സെന്ററുകളും യൂണിവേഴ്സിറ്റികളും നടത്തുന്ന പിന്നെ ഇന്റർവ്യൂവിനെയും ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhD അഡ്മിഷൻ നേടാൻ സാധിക്കുന്നുള്ളതാണ്. ഇങ്ങനെ 3 തരത്തിലാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്താലുള്ള ആളുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് പ്രൊഫസർ ആയാൽ ഉണ്ടാവുന്ന ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, നേരത്തെ നമ്മൾ കരിയറുമായി ബന്ധപ്പെട്ട റിസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, ഇനി ഒരു ജോലി എന്ന നിലക്ക് അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലായിട്ട് നമുക്ക് എത്രത്തോളമായിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതെന്നൊന്ന് ജസ്റ്റ് പരിശോധിക്കാം. ഇതൊരു ഏകദേശ കണക്കാണ്. ഇതിന്റെ റിയൽ കണക്ക് ആക്ച്വലി ഇതിനേക്കാളും മുകളിലേക്ക് വരും എന്നുള്ളതാണ്. പിന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നമ്മൾ UGC നെറ്റ് എഴുതി കോളേജിൽ അപ്പോയിന്റ്മെന്റ് നേടുകയാണെങ്കിൽ ആദ്യം നമ്മൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള പോസ്റ്റിലായിരിക്കും. അതിന്റെ ലെവലൊന്നും ഇപ്പൊ നമ്മൾ പരിഗണിക്കേണ്ട. ലെവൽ 10 ആയിരിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ, ലെവൽ 13 ആയിരിക്കും അസോസിയേറ്റ് പ്രൊഫസർ, ലെവൽ 14ഉം 15ഉം ആണ് പ്രൊഫസർ. അപ്പൊ നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ നമുക്ക് ആദ്യം നമ്മുടെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ 57,700 രൂപയായിരിക്കും. ഈ ബേസിക് പേയോട് കൂടി നമുക്ക് DA ഉണ്ടാവും, ഡിയർനെസ് അലവൻസ് എന്നാണെന്ന് പറയാം. ഈ DA ഓരോ വർഷത്തിലും 2 തവണ വർദ്ധിക്കും. ഇപ്പോഴത്തെ DA നമുക്ക് 55% എൻ്റെ ഓർമ്മ, 55%. അപ്പോ നമ്മുടെ സാലറിയോട് കൂടി ബേസിക് പേയോട് കൂടി 57,700 പ്ലസ് അതിന്റെ 55%, അതായത് അതിന്റെ വീണ്ടും ഒരു പകുതി ശതമാനം അത്രയും DA നമുക്ക് കിട്ടും. പിന്നെ അതോടുകൂടെ തന്നെ ഈ ഉണ്ടാവുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഹൗസ് റെന്റ് അലവൻസ് ആണ്. അത് കേരളത്തില് കുറവാണ്. കേരളത്തില് 4%, 6%, പിന്നെ 10ആണോ അതോ 8ആണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. അങ്ങനെയാണ് ഉള്ളത്. അതെങ്ങനെ ഈ 4ഉം 6ഉം ഒക്കെ മാറുന്നത്, ഗ്രാമപ്രദേശങ്ങളിലാണ് കോളേജ് ഉള്ളത് എങ്കിൽ 4% നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് ആയിട്ട് കിട്ടുക. അതായത് 57,700ന്റെ 4%. 6% നമ്മൾ മുനിസിപ്പാലിറ്റി പരിധിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് 6%. അതേപോലെ ടൗണുകളിലാണെങ്കിൽ 8%. 8ആണോ 10ആണോ എന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർപ്പില്ല, മറന്നുപോയി. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മിനിമം നമുക്ക് 92,897 രൂപ ഒരാൾ ഇപ്പോൾ അങ്ങോട്ട് കയറുകയാണെങ്കിൽ അയാൾക്ക് 1,00,000 രൂപ സാലറിയാണ് കിട്ടാൻ പോകുന്നത്. ഏത് ജോലിക്ക് അങ്ങനെ സാലറി കിട്ടുക? 1,00,000 രൂപ, അതായത് തുടക്കം തന്നെ 1,00,000 രൂപ. അപ്പൊ ഒരു ദിവസത്തെ സാലറി കൂട്ടി നോക്കൂ, ശമ്പളം കൂട്ടി നോക്കൂ.
നമ്മളിപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ നമുക്ക് ഒരു ദിവസം എത്ര കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ നമുക്ക് എത്ര കിട്ടുന്ന ആലോചിച്ച് നോക്കും. അപ്പോൾ അത്രയും ഹൈ ആയിട്ടുള്ള ഒരു സാലറിയാണ് കിട്ടുന്നത്, അല്ലേ? ഈ സാലറി സ്കെയിലിൽ പിന്നെയുള്ള ആളുകൾ നിങ്ങൾ നോക്കൂ, ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മളെ താഴെയാണ്. ഗവൺമെന്റ് സെക്രട്ടറിമാർ, IAS, IPSകാരൊക്കെയാണ് പിന്നെ ഈ ലെവലിലുള്ള സാലറി വാങ്ങുന്ന ആളുകൾ. ഈ സാലറി സർവീസ് കൊണ്ട് മറ്റു പോസ്റ്റിലുള്ള ആളുകൾക്കൊക്കെ കിട്ടും. പക്ഷെ തുടക്കം തന്നെ ഇതുപോലുള്ള സാലറിയിൽ തുടങ്ങുകയും ഓരോ 10 വർഷത്തിൽ ഇത് റിവൈസ് ചെയ്യുകയും, അതേപോലെ നമുക്ക് സെൻട്രൽ DA ആണ് നമ്മൾ പരിഗണിക്കുക. UGCക്ക് വേണ്ടിയിട്ട് UGC പിന്നെ UGC പേ ബാൻഡിൽ പെട്ട ആളുകൾക്ക് DA പരിഗണിക്കുമ്പോൾ, ഡിയർനെസ് അലവ് പരിഗണിക്കുമ്പോൾ സെൻട്രൽ DA എപ്പോഴും സ്റ്റേറ്റ് DAക്കാളും ഉയർന്നതായിരിക്കും. അപ്പോ ഇപ്പൊ നിലവിൽ അത് 55%. സെൻട്രൽ DA ഓൾമോസ്റ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ പോവും. പക്ഷേ കേരളത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈകുന്നത് കൊണ്ട് നമുക്ക് ചെറിയൊരു ഡിലേ അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒരു സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ നമ്മൾ ലക്ഷാധിപതികളാണ് തുടക്കം മുതൽ. പിന്നെ അടുത്തത് അസോസിയേറ്റ് പ്രൊഫസർ ആവുന്ന സമയത്ത്, അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് നമുക്ക് പ്രൊമോഷനിലൂടെ അസോസിയേറ്റ് പ്രൊഫസർ ആവാം. PhDയോട് കൂടി ഒരാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 12 വർഷം കൊണ്ട് അസോസിയേറ്റ് പ്രൊഫസർ ആവാൻ പറ്റും. അസോസിയേറ്റ് പ്രൊഫസർ ആവുന്ന ഒരാൾക്ക് അയാളുടെ ബേസിക് പേ ഇപ്പോ 1,31,400. ഇപ്പോന്ന് ഞാൻ പറഞ്ഞാല് ഇത് 2016 സാലറി ആട്ടോ. 2016 റിവൈസ് ചെയ്ത. ഇനി ഇത് അടുത്ത ജനുവരി വന്നാല്, അടുത്ത ജനുവരി 1 മുതൽ ഇതിനേക്കാളും ഉയർന്ന സാലറി വരാം. ഇതിനേക്കാളും ഉയർന്ന സാലറി എന്ന് പറയുമ്പോൾ ഈ സ്കെയിലൊക്കെ ഭയങ്കരമായിട്ട് മാറും. ഈ ബേസിക് പേന്റെ 1.57 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ആയിരിക്കും പിന്നെ അടുത്ത ബേസിക് പേ വരിക. അതായത് ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ ഒക്കെ ഉണ്ട്. ആ ഫാക്ടർ ഒക്കെ പരിഗണിക്കും. അപ്പൊ നിങ്ങൾ നോക്കൂ എത്രയായിരിക്കും അത് വരാൻ പോകുന്നത്. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ അടുത്ത ബേസിക് പേ തന്നെ ഈ 2026 ജനുവരിയിൽ 1 ലക്ഷമൊക്കെ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിന് മുകളിലല്ലോ, 1 ലക്ഷത്തിന്റെ മുകളിൽ എന്തായാലും പോകും. 15,600 പ്ലസ് ഗ്രേഡ് പേ എന്ന് പറഞ്ഞിട്ട് ഒരു 6,000 അത്രയായിരുന്നു ബേസിക് പേ ഉണ്ടായിരുന്നത് ഇതിന്റെ മുമ്പുള്ള റിവിഷനിൽ. അത് 57,700 മാറി. അപ്പൊ 21,600 ഏകദേശം 3 തവണ, 3 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു. അപ്പൊ ഈ 57,700 3 മടങ്ങായി വർദ്ധിച്ചാൽ എത്ര ഉണ്ടാവും? പിന്നെ അതിന്റെ DA ഒക്കെ ഒന്ന് പരിഗണിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെയാണ് സാലറിയിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ സാലറിയിലൂടെ നമുക്ക് ഉണ്ടാവുന്ന സെക്യൂരിറ്റി. അസോസിയേറ്റ് പ്രൊഫസർ ആവുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരാൾക്ക് അസോസിയേറ്റ് ഡയറക്റ്റ് ആയിട്ട് അയാൾ അസോസിയേറ്റ് പ്രൊഫസർ ആയാൽ അയാൾക്ക് മിനിമം 2,11,000 ചില്ലാനം. അത്ര അല്ല കേട്ടോ, അത് മിനിമം ആണ് ഞാൻ പറഞ്ഞത്. അതിന്റെ മുകളിലായിരിക്കും അയാളുടെ സാലറി. പ്രൊഫസർ ആയിട്ടുള്ള ഒരാളുടെ 2,32,162 അതിന്റെ അതൊരു റഫ് കണക്കാണ്. കാരണം ചില കാര്യങ്ങളൊക്കെ ഞാൻ പരിഗണിച്ചതേ. DA ഇപ്പം മാക്സിമം പരിഗണിക്കുകയാണെങ്കിൽ ഇത്രയല്ല വരിക. DA ഞാൻ മിനിമം പരിഗണിച്ചുകൊണ്ടാണ്, അല്ല DA അല്ല, ഹൗസ് റെന്റ് അലവൻസ് മിനിമം പരിഗണിച്ചുകൊണ്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. അതേപോലെ പ്രൊഫസർ ആവുമ്പോൾ 2,90,000, പ്രൊഫസർ ലെവൽ 15 വരികയാണെങ്കിൽ 3 ലക്ഷം രൂപയാണ് സാലറി. മനസ്സിലായില്ലേ? ഇനി ഇതിലൊക്കെ ഇനി 2026 ജനുവരിയിൽ മാറ്റം വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 3 ലക്ഷം സാലറി വാങ്ങുന്ന ഒരു പ്രൊഫസറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ദിവസത്തെ സാലറി എത്രയാണ്? അപ്പൊ ഇത്രയും ഹൈ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് നെറ്റ് ക്വാളിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക. ഇതിന് ചില പിടുത്തങ്ങളും ഡിഡക്ഷനൊക്കെ ഉണ്ടാവും കേട്ടോ, ടാക്സ് ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും നമുക്ക് ആക്ച്വലി ഇത്ര ഉണ്ടാവും. ഈ ഡിഡക്ഷനൊക്കെ പോട്ടെ, നമുക്ക് ഇത്രയും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഈ ലൈഫ് സ്റ്റാറ്റസ്, അല്ലെ, ലിവിങ് സ്റ്റാറ്റസ് നമുക്ക് വളരെ വലുതായിരിക്കും. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, യാത്രകൾ പോവാം, അല്ലെ, നമ്മുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ അതിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, JRF ലഭിച്ചാൽ, നേരത്തെ ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയാൽ അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രൊഫസർ ആയാലുള്ള ബെനിഫിറ്റാണ്. ഇനി ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, സെൻട്രൽ DA എന്ന് പറയുന്നത്, അല്ല, സെൻട്രൽ പിന്നെ ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ പോലെ 4%, 6%, 10% ഒന്നും അല്ല.
അത് 9%, 18%, 27% അങ്ങനെയാണ് പോകുന്നത്. സെഡ് കാറ്റഗറി, വൈ കാറ്റഗറി, എക്സ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളെയും അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിൽ പെടുത്തുകയും അവിടെ ഒക്കെ 9%, 18%, 27% വരെ ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 55% DA പ്ലസ് 27% പിന്നെ ഈ ഹൗസ് റെന്റ് അലവൻസും കൂടി വരുമ്പോ എത്രയായി? 5, 7, 12, 8, 2, 10, 102% പിന്നെ. അപ്പൊ 57,700 കൂട്ടി 102% കൂട്ടിയാൽ എത്രയായി? അത്രയും വർധന. ശരിക്കും സെൻട്രൽ DA തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, പക്ഷെ നമുക്ക് ഇതിനേക്കാളും വലിയ എമൗണ്ട് ആയിരിക്കും നമ്മളെ സാലറി. ഇപ്പൊ നമുക്ക് സെൻട്രൽ HRA നമുക്ക് കിട്ടുന്നില്ല, സ്റ്റേറ്റിന്റെ HRA മാത്രമാണ് കിട്ടുന്നത്. എന്നാൽ പോലും ഇത് വളരെ വലിയ എമൗണ്ട് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് JRF കിട്ടിയാലോ? JRF കിട്ടിയാൽ നമുക്ക് ആദ്യത്തെ 3 വർഷം നമ്മൾ ജൂനിയർ റിസർച്ച് ഫെലോസ് ആയിരിക്കും. അപ്പൊ നമുക്ക് മന്ത്ലി ഫെലോഷിപ്പ് എമൗണ്ട് 37,000 രൂപയായിരിക്കും. അതേപോലെ നമുക്ക് ഈ 37,000 കൂടെ നമുക്ക് മറ്റേത് കിട്ടും കേട്ടോ. അതായത് ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതേപോലെ HRA ഉണ്ടാവും. ഇതൊക്കെ കൂട്ടുമ്പോഴേക്കും നമ്മൾ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ സാലറിയുടെ അടുത്ത്, അല്ലെങ്കിൽ ആ ബേസിക് പേയുടെ അടുത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. കണ്ടിജൻസി ഉണ്ട്. കണ്ടിജൻസി എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിന് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ, സ്റ്റേഷനറി വാങ്ങാൻ, ബുക്സ് വാങ്ങാനൊക്കെ ആയിട്ട് 1 വർഷത്തേക്ക് 10,000 രൂപ, പേപ്പർ വാങ്ങാൻ, പെന്ന് വാങ്ങാൻ, അതേപോലെ സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ 12,000 രൂപ. ഇങ്ങനെയുള്ള അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗസ് റെന്റ് അലവൻസ് 9, 18, 27 എന്നുള്ള നിരക്കിൽ നമുക്ക് കിട്ടും. അതേപോലെ ആ 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കൂടി നമുക്ക് JRF കിട്ടും. പക്ഷെ അപ്പോ നമ്മൾ JRF മാറിയിട്ട് SRF ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടും. സീനിയർ റിസർച്ച് ഫെലോ ആണ്. അപ്പൊ നമ്മളെ സ്റ്റൈപ്പൻഡിലും വർദ്ധിക്കും. 42,000 ആവും സ്റ്റൈപ്പൻഡ്, ബേസിക് സ്റ്റൈപ്പൻഡ്. കണ്ടിജൻസിൽ മാറ്റം വരും, 20,500 വരും. അതേപോലെ അതിന്റെ DAയിൽ മാറ്റം വരും. അങ്ങനെ ഒരു ജോലി കിട്ടുന്ന പോലെ തന്നെയുള്ള സാലറി നമുക്ക് JRF ക്വാളിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ഒരു HSA ആയാല് നമുക്ക് ഇത്ര തന്നെ കിട്ടുള്ളൂ. ഹയർ സെക്കൻഡറി ആയാലും ഇത് ഏകദേശം ഇതിനേക്കാളും കുറച്ചുകൂടെ കിട്ടും. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് നെറ്റ് എഴുതിയാൽ നമുക്ക് മറ്റൊരു ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് വേണ്ടി നമ്മൾ എലിജിബിൾ ആവുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ പിന്നെ JRF കിട്ടുമ്പോൾ നമുക്ക് ഈ ടാക്സ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത്രയും എമൗണ്ടുകൾ മുഴുവനായിട്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് വരും എന്നുള്ളതാണ്. ഇനി JRF മാത്രമാണ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു JRF ക്വാളിഫൈ ചെയ്യുന്നത് ഈ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലായല്ലോ അല്ലേ? ഇനി അതിന് തൊട്ട് താഴെ പെർഫോം ചെയ്യുന്ന, അതിനൊരു പെർസെൻറ്റേജ് ഉണ്ട്. ആ പെർസെൻറ്റേജ് വരെയുള്ള ആളുകൾക്കാണ് JRF അവാർഡ് ചെയ്യുക. അത് കഴിഞ്ഞ് താഴെയുള്ള ആളുകൾക്ക് അവരുടെ അവർ ഷെഡ്യൂൾഡ് കാസ്റ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് NFSC എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അത് JRFലെ പോലെ തന്നെയുള്ള എമൗണ്ട് ആണ്. പക്ഷെ അത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസിന് മാത്രമാണുള്ളത്. അത് JRFന്റെ കട്ട് ഓഫ് മാർക്കിന് താഴെയുള്ള ആളുകളെയാണ് അതിന് പരിഗണിക്കുക. അത് ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്, നമ്പർ ഉണ്ട്. ആ നമ്പർ അവർക്ക് നമ്മൾ അതിന് പ്രത്യേകം അപ്ലൈ ചെയ്യാൻ കൂടി വേണ്ട. നമ്മളത് എഴുതുമ്പോൾ തന്നെ നമ്മൾ അതിന് എലിജിബിൾ ആവുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ JRF കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് യോഗ്യരായി മാറും. JRFന് തൊട്ട് താഴെയാണ് നമ്മൾ പെർഫോമൻസ് എങ്കിൽ. അതേപോലെ NFOBC, നാഷണൽ ഫെലോഷിപ്പ് ഫോർ അതർ ബാക്ക്വേർഡ് ക്ലാസസ്, അതിന് നമ്മൾ എലിജിബിൾ ആണ്. ഇതൊക്കെ നമ്മളെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ വായിച്ചു നോക്കുക അതിന്റെ കൂടെ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എന്തുകൊണ്ട് നെറ്റ് ഉടൻ ക്വാളിഫൈ ചെയ്യണമെന്ന്, അതിന്റെ കാരണം ചെയ്യണം എന്നുള്ളത്. അതേപോലെ നാഷണൽ ഫെലോഷിപ്പ് ഫോർ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ്, ഇതൊക്കെ ഈ ഒരൊറ്റ ടെസ്റ്റിലൂടെയാണ് ഇതിനൊക്കെ വേണ്ട ആളുകളെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ ഫെലോഷിപ്പ് എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ, അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്. നേരത്തെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആസ് വെൻ ജോയിനിങ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ പറഞ്ഞു. ഇനി ഫെലോഷിപ്പ് എന്നുള്ള നിലക്ക് എങ്ങനെയാണ് നമ്മൾ പിന്നെ നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ളത് പറഞ്ഞു. ഇനി PhD മാത്രമുള്ള ക്വാളിഫിക്കേഷന്റെ കാര്യം അല്ലേ?
ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ദേ വിൽ ഗെറ്റ് ഡയറക്റ്റ് അഡ്മിഷൻ ഫോർ PhD ഫോളോഡ് ബൈ ആൻ ഇന്റർവ്യൂ, അല്ലെ? അങ്ങനെയുള്ള ആളുകൾക്ക് PhDക്ക് അഡ്മിഷൻ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അവര് അതായത് സെന്ററുകൾ നടത്തുന്ന ടെസ്റ്റുകൾ ഇപ്പോഴും ചില സെന്ററുകളോ ചില യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് വൈകാതെ അതൊക്കെ സ്ക്രാപ്പ് ചെയ്യും, അതൊക്കെ ഒഴിവാക്കും. ഇനി ഈ PhD ഇത് മാത്രം വെച്ചുകൊണ്ടായിരിക്കും പിന്നെ പരിഗണന. ടെസ്റ്റ് ഉണ്ടാവില്ല. ഈ ടെസ്റ്റ് ഈ PhD ഓൺലി ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക്, അതായത് യൂണിവേഴ്സിറ്റികളിലെ PhDക്ക് കോൾ ഫോർ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ നെറ്റ് ടെസ്റ്റിൽ നമ്മൾ നേടിയ മാർക്കിന്റെ 70% വെയിറ്റേജ് ആയിട്ട് നമുക്ക് ഇവിടെ പരിഗണിക്കപ്പെടും. അതേപോലെ അതാത് സ്ഥാപനങ്ങൾ നടത്തുന്ന ഇന്റർവ്യൂവിന് 30% മാർക്ക്. അപ്പോഴും വെയിറ്റേജ് നമുക്ക് ഡബിൾ, ഇരട്ടിയിൽ കൂടുതൽ ഏതിനാണ്? ഈ നെറ്റിലൂടെ നമ്മൾ PhD ഓൺലി അഡ്മിഷൻ ക്വാളിഫൈ ചെയ്യുന്നതിനാണ്. ഇന്റർവ്യൂവിന് വെറും 30% മാർക്ക് മാത്രമാണ്, വെയിറ്റേജ് മാത്രമാണ് നൽകുക എന്നുള്ളതാണ്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില യൂണിവേഴ്സിറ്റികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടെസ്റ്റ് നമ്മൾ എഴുതേണ്ടതില്ല. ചില യൂണിവേഴ്സിറ്റികൾ അത് ഇപ്പോഴും ടെസ്റ്റ് നടത്തുന്നുണ്ട്, ചില യൂണിവേഴ്സിറ്റികൾ. പക്ഷെ അത് ഈ ഉടനെ തന്നെ അതൊക്കെ നിന്ന് പോകാനാണ് സാധ്യത, അല്ലെങ്കിൽ നിന്ന് പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി PhD ഒൺലി അഡ്മിഷന് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക യൂണിവേഴ്സിറ്റികളും ഒരു 10,000-ന്റെയും 20,000-ന്റെയും റേഞ്ചിൽ അവർക്കും സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. PhD ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റൈപ്പൻഡ്, അല്ലെ? അപ്പൊ ആ നിലക്കും നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റൈപ്പൻഡോട് കൂടി റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ ഉണ്ടാവുന്നത്. ഇനി ഇതൊന്നും ക്വാളിഫൈ ചെയ്യാത്ത ആളുകൾക്ക് ചിലപ്പോ ചില യൂണിവേഴ്സിറ്റികൾ ടെസ്റ്റ് നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റൈഫൻഡ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതൊക്കെ അവിടെ ഒരു ചോദ്യചിഹ്നനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ ഈ 3 കാറ്റഗറിയിലും നമ്മൾ പെടുകയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റുകളുടെ ഒരു നിര തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകൾ, അല്ലെ? ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഇപ്പൊ നമ്മൾ ഈ PhD ഒൺലി അഡ്മിഷന് വേണ്ടി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയും ഇൻഫർമേഷൻസും ഒക്കെ അതാത് സ്ഥാപനങ്ങളിലേക്ക് UGC തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷനും അവിടെ ഉണ്ട്. നമ്മുടെ ഡാറ്റകൾ നമ്മൾ ക്വാളിഫൈ ഇപ്പൊ ആധാർ കാർഡൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ഡാറ്റകൾ അതാത് സ്ഥാപനങ്ങൾക്ക് വെരിഫൈ ചെയ്യാനും കാണാനും ഒക്കെ സാധിക്കുമല്ലോ. അതുപോലെ നമ്മുടെ പെർഫോമൻസ് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ മെക്കാനിസം UGC അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പെട്രോളിയം കമ്പനികൾ, അതേപോലെ മറ്റു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേറെ കുറേ ഉണ്ട് ഗവൺമെന്റിന്റെ കീഴിൽ. അവിടെയൊക്കെ ഉയർന്ന സാലറിയും ഉയർന്ന ആനുകൂല്യങ്ങളാണുള്ളത്. ശമ്പളമാണെങ്കിലും അതേപോലെ മറ്റ് മെഡിക്കൽ ആനുകൂല്യങ്ങളാണെങ്കിലും അതേപോലെ താമസത്തിനുള്ള ആനുകൂല്യങ്ങൾ, മറ്റു ഫാമിലി ബെനിഫിറ്റ്സ് ആണെങ്കിലും ഒക്കെ ഉയർന്ന തലത്തിലാണുള്ളത്. മറ്റ് സൗകര്യങ്ങൾ, ടൂറൊക്കെ പോകാനുള്ള അലവൻസുകൾ. ഇപ്പോ നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ UGC റെഗുലേഷൻ പ്രകാരമുള്ള എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് അതേ രൂപത്തിൽ കിട്ടും. നമ്മൾ സ്റ്റേറ്റിലുള്ള കോളേജുകളിലാവുമ്പോൾ UGCയുടെ റെഗുലേഷൻസ് അതേ തരത്തിലല്ല എല്ലാ സ്റ്റേറ്റുകളും നടപ്പിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത് സെൻട്രൽ സ്ഥാപനങ്ങളാണ്. IITയിലാണെങ്കിലും അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സെൻട്രൽ ഐസർ പോലെയുള്ള സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ, ഹ്യൂമാനിറ്റീസിന്റെ ഒക്കെ സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ അതായത് UGC റെഗുലേഷൻ എന്തൊക്കെ ആനുകൂല്യങ്ങളാണോ, ലീവ്, പഠനത്തിന് വേണ്ടിയിട്ടുള്ള ലീവ്, സർവീസ് ബ്രേക്ക് ആവാതുള്ള ലീവ്, സർവീസ് ബ്രേക്ക് സാലറി ഇല്ലാതെ ലീവ്, സാലറിയോട് കൂടിയുള്ള ചില കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ലീവുകൾ, അതേപോലെ നമുക്ക് ഒരു ട്രാൻസ്ഫർ ആയി പോവുകയാണെങ്കിൽ ട്രാൻസ്ഫറിന് അതിൻ്റെ ഇടയിലുള്ള ചില ലീവുകൾ, അത് പഠനത്തിനുള്ള ലീവുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ലീവുകളുണ്ട്. അതേപോലെ ലെഷർ ട്രിപ്പുകൾ നമുക്ക് പോകാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ടൂർ പോവാന് ഇപ്പൊ നമുക്ക് കേരളത്തിലും അതുണ്ട്. കേരളത്തിൽ പക്ഷെ 15 വർഷം സർവീസുള്ള ആളുകൾക്ക് ഫാമിലിയോട് കൂടി ഒരു യാത്ര പോവാനുള്ള ആനുകൂല്യങ്ങൾ ഈ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ UGC പറയുന്നതാണ്. ലീവ് ട്രാൻസ്ഫർ അലവൻസ്, LTA ആണെന്ന് തോന്നുന്നു. ലീവ് ട്രാൻസ്ഫർ അലവൻസ് ആണോ, അതിന്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലൊക്കെ ഇത്തരം ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, ഹൈ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പിന്നെ IOCL-ന്റെ, ഇന്ത്യൻ ഓയിലിന്റെയും ഭാരത് പെട്രോളിയത്തിന്റെ ഒക്കെ പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ അവരത് പ്രത്യേകം പറയാറുണ്ട്. ഞാൻ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു, പക്ഷെ അത് ഈ പിന്നെ ഇതില് പവർ പോയിന്റിൽ വന്നിട്ടില്ല, എന്തോ സേവ് ആയിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു, ഒരു കോൾ ഫോർ നോട്ടീസിന്റെ. അപ്പോ ആ നിലക്കും ഒക്കെ തന്നെ നമുക്ക് വലിയ ഗുണങ്ങളാണ് നമുക്ക് ഇതിലൂടെ കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ടെസ്റ്റിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന, നിങ്ങളൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നാളെയാണല്ലോ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? നാളെ നമ്മൾ അപ്ലൈ ചെയ്യണം. നമുക്ക് ഫീസ് അടയ്ക്കാൻ ഒരു ദിവസം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ തെറ്റ് തിരുത്താൻ, ചില കാര്യങ്ങളൊക്കെ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരങ്ങളുണ്ട്. അപ്പോ ഇന്നിപ്പോ ഇത് ഞാൻ അധികം നീട്ടി വലിക്കുന്നില്ല, ഇതപ്പൊ നിർത്തും. നിർത്തിക്കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് അപ്ലൈ ചെയ്യുക. ഇപ്പൊ രാത്രിയാവുമ്പോൾ അത് കുറേം കൂടെ പിന്നെ ബിസി ഉണ്ടാവില്ല, ജാം ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്, സൈറ്റ് ജാം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. ഈ നെറ്റ് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഞാനും ജാഫർ സാറും ഒക്കെ നെറ്റ് എഴുതുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നെറ്റ് എഴുതുമ്പോൾ പിന്നെ അതിലൊരു ചോദ്യം ഉണ്ടാവുമായിരിക്കും. ആ ചോദ്യത്തിന്റെ താഴെ കുറച്ച് സ്പേസ് ആയിരിക്കും ഉണ്ടാവുക, കുറച്ച് 5 6 വരികൾ, അല്ലെങ്കിൽ 15 വരി, 20 വരി, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ആ ചോദ്യം ചിലപ്പോ കണ്ടാൽ അതൊരു 2 പേജൊക്കെ എഴുതാനൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അവിടെ ആകെ 4 വരി 5 വരി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ചോദ്യം അത്ര എഴുതാനുണ്ടെങ്കിൽ പോലും ആ ചോദ്യത്തിലെ ഉത്തരത്തിലെ കാര്യമാത്ര പ്രസക്തമായ കാര്യത്തിൽ വളരെ സംക്ഷിപ്തമായിട്ട് പ്രസന്റ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ചെയ്യാനുള്ള കഴിവ് കൂടിയാണ് അവിടെ പരിശോധിച്ചിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ഈ ചില ചെറിയ തോതിലുള്ള സബ്ജക്ടിവിറ്റിക്കൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോ അന്ന് അത് കുറച്ചുകൂടി ടഫായിരുന്നു എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കാരണം ഇങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതുമ്പോൾ അതിൻ്റെതായ രൂപത്തിൽ ആ സ്റ്റാൻഡേർഡിലൊക്കെ എഴുത്തു വരേണ്ടിയിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്തു, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിലേക്ക് വന്നു. ഒബ്ജക്റ്റീവ് ടെസ്റ്റിലേക്ക് വരികയും മാത്രമല്ല നെഗറ്റീവ് മാർക്കിങ്ങിലേക്ക് വന്നു. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നത് വളരെ എളുപ്പമുള്ള ഒരു ടെസ്റ്റാണ് നെറ്റ് എന്നുള്ളത്. ഇത്രയും പ്രാധാന്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രാധാന്യവും അതിന്റെ ബെനിഫിറ്റ്സും ഒക്കെ അതിലുണ്ടെങ്കിൽ പോലും ടെസ്റ്റിന്റെ നിലവാരം കുറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, കുറെ കൂടി നമുക്ക് സിമ്പിൾ ആയി എന്നുള്ളതാണ്. നമുക്ക് പേടിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായി. ദർ ഇസ് നോ നെഗറ്റീവ് മാർക്ക്. നിങ്ങൾ ധൈര്യമായിട്ട് തെറ്റാണെന്ന് ശരിയാണെന്ന് ഉറപ്പില്ലാത്ത ആൻസർ നിങ്ങൾക്ക് എഴുതാവുന്നതാണെന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം നെഗറ്റീവ് മാർക്കും കൂടി വരികയാണെങ്കിൽ എന്തായിരുന്നു അല്ലേ? നമുക്ക് ചിലപ്പോൾ ചെറിയ ശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ സംശയങ്ങളുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് മാർക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വളരെ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. 2 പേപ്പറുകളായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് 2 പേപ്പർ ആണെങ്കിൽ പോലും 3 മണിക്കൂർ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു എക്സാമാണ് അത്. പിന്നെ പിന്നെ നമുക്കറിയാം പേപ്പർ 1-ൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിന് 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അങ്ങനെ 100 മാർക്ക് ഉണ്ടാവും. ആ പേപ്പർ 1-ൽ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 10 ഏരിയകളുണ്ട്. നമുക്കറിയാം, ഒന്ന് പിന്നെ എല്ലാ ഏരിയകളും ഞാൻ പറയുന്നില്ല. ഒന്ന് ലോജിക്കൽ റീസണിങ് ഉണ്ടാവും, മാത്തമാറ്റിക്കൽ റീസണിങ് ഉണ്ട്, റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ട്, അതേപോലെ ICT ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ അതേപോലെ എന്താണ്, അങ്ങനത്തെ കുറച്ച് ഏരിയകൾ, അതായത് ജനറൽ ആയിട്ടുള്ള നമ്മുടെ ചില സ്കില്ലുകളാണ് അതിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഓരോ ഏരിയന്നും ഒരു പിന്നെ കുറച്ച് നിശ്ചിത എണ്ണം ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിക്കുക. അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ളതൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതാണ് പേപ്പർ 1. ആ പേപ്പർ 1 കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പേപ്പർ 2 ചെയ്യും. അവിടെ ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. അത് ഓൺലൈൻ തന്നെയാണ്. ഇതിൽ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അടുത്തത് പേപ്പർ 2-ൽ നമ്മൾ സബ്ജക്ട് സ്പെസിഫിക് ആണ്. പേപ്പർ 1-ൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ജനറൽ ആയിട്ട് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പോലെയുള്ള, ICT, എൻവയോൺമെന്റ് അല്ലെ, പോപ്പുലേഷൻ അല്ല എൻവയോൺമെന്റ്, എൻവയോൺമെന്റൽ സയൻസ്, ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ എബിലിറ്റീസും സ്കിൽസും ഒക്കെയാണ് അതിലൂടെ നോക്കി മെഷർ ചെയ്യുന്നത്. പിന്നെ പേപ്പർ 2-ൽ വളരെ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ അപ്പിയർ ചെയ്യുന്നത്
ആ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് 200 മാർക്ക് അതിനായിരിക്കും. അങ്ങനെ മൊത്തം 300 മാർക്കിലായിരിക്കും ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി പിന്നെ എങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആർക്കാണ് നമുക്ക് UGC നെറ്റ് എക്സാം എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് PG ഉള്ള ആളുകൾക്ക് 55% മാർക്കുള്ള ആളുകൾക്കാണ് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണ്, അതിപ്പോഴും ഉണ്ട്. പക്ഷെ അത് കൂടാതെ മറ്റൊരു വിഭാഗത്തിനു കൂടെ നമുക്ക് ഇപ്പോൾ UGC നെറ്റ് എഴുതാൻ പറ്റും. അത് എന്തിനാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ വിഭാഗം മാസ്റ്റേഴ്സ് ഡിഗ്രി PG ഒരു വിഷയത്തിൽ കുറേ അധികം വിഷയങ്ങൾ UGC നെറ്റുള്ള കുറേ വിഷയങ്ങൾ ഇതിൽ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം, ഇൻഫർമേഷൻ ബുള്ളറ്റിലുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ UGC നെറ്റ് നടത്തുന്നുണ്ട്. ചില സയൻസ് സബ്ജക്റ്റുകളിലും അല്ലെങ്കിൽ സയൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്ന സബ്ജക്റ്റുകളിൽ നെറ്റ് നടത്തുന്നത് ഈ NTA തന്നെയാണ്, UGC നെറ്റ് തന്നെയാണ്, NTA ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ, ഇലക്ട്രോണിക്സ് ഒക്കെ ഈ നമ്മളെ ഈ കാറ്റഗറിയിലാണ് നടത്തുന്നത്. NTA ആണ് അതിന്റെ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതിൽ 55% കൂടിയിട്ട് ജനറൽ കാറ്റഗറിയിലുള്ള ആളുകൾക്കും അതേപോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ജനറൽ കാറ്റഗറിക്കാർക്കൊക്കെ 55% മാർക്കാണ്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ 50% മാർക്ക് ഉണ്ടെങ്കിൽ SC ആണെങ്കിലും അതേപോലെ ST ആണെങ്കിലും OBC ആണെങ്കിലും PWD ആണെങ്കിലും അത്തരം റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾക്കൊക്കെ 50% മാർക്ക് ഉണ്ടായാൽ നമുക്ക് നെറ്റിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു കാറ്റഗറി NEP ഒക്കെ വന്ന സമയത്ത് NEP നിങ്ങൾക്കറിയാം, ഈ 4 ഇയർ UG കഴിയുന്ന ആളുകൾക്ക് അതിൽ അവസാനത്തെ സെമസ്റ്ററിൽ റിസർച്ച് എലക്റ്റീവ് ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നെറ്റ് എഴുതാൻ പറ്റും. നെറ്റ് എഴുതിയാൽ അവർ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിന് എലിജിബിൾ അല്ല, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhDക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടും. അഡ്മിഷൻ ടു PhD ഓൺലി എന്ന് പറയുന്ന മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് അവർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് PG ഇല്ലാതെ തന്നെ നെറ്റ് എക്സാം എഴുതാൻ പറ്റും. അത് 4 ഇയർ UG കഴിഞ്ഞ ആളുകൾക്കും 4 ഇയർ UG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ചെയ്യാം. ഞാൻ നേരത്തെ മാസ്റ്റേഴ്സ് ഡിഗ്രി പറഞ്ഞ സമയത്ത് പിന്നെ പലർക്കും സംശയം ഉണ്ടാവും, മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിയണമെന്നുണ്ടോ? 55% മാർക്കിന്റെ കാര്യം പറഞ്ഞു, കഴിയണ്ട. നിങ്ങൾ ജോയിൻ ചെയ്ത് ഫസ്റ്റ് സെമസ്റ്റർ ആണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യുകയും ചെയ്യും നെറ്റില്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഡിഗ്രി തലത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പല കാര്യങ്ങളും സബ്ജക്റ്റിലേതും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് നന്നായി റെഫർ ചെയ്ത് ആ മേഖലകളൊക്കെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് റെഫർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ ക്വാളിഫൈ ചെയ്യാം. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ. ഈ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കറക്കി കുത്തിയാൽ കിട്ടുന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാലും പോലും ചിലതൊക്കെ കറക്കി കുത്തിയാലെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെയും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, 2 വർഷത്തിനകം നിങ്ങൾ എന്ത് ചെയ്യണം, PG ക്വാളിഫൈ ചെയ്യണം. എന്നാലാണ് ഈ നെറ്റ് ക്വാളിഫൈഡ് വാലിഡ് ആവുക. അപ്പൊ 2 വർഷം ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോഴ്സുകൾ പ്രോഗ്രാമുകൾ വളരെ ടൈം സ്പെസിഫിക് ആയിട്ടാണ് പോകുന്നത്. 2 വർഷത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം എല്ലാ യൂണിവേഴ്സിറ്റികളും സമയത്തിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നലെ MSCക്ക് ജോയിൻ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴും ഇതിന് അപ്ലൈ ചെയ്യാം, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ അടുത്തത്, അപ്പൊ നിങ്ങളൊരു സംശയം ഉണ്ടാവും, അതിൽ ചോദിക്കുന്നുണ്ടല്ലോ കംപ്ലീറ്റഡ് ആണോ ലാസ്റ്റ് ഇയർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ അവിടെ അത് കൊടുത്ത് കംപ്ലീറ്റഡ് ആണെന്നുള്ള അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. 2 ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് പിന്നെ എന്താണ് ഡസന്റ് മാറ്റർ എന്നോ അങ്ങനെ എന്തോ ഒരു വിഷയമുണ്ട്. പിന്നെ അതേപോലെ അപ്പിയറിംഗ് എന്നുള്ളിടത്ത് അപ്പിയറിംഗ് എന്ന് കൊടുത്താലും മതി, അങ്ങനെ ആ രൂപത്തിൽ കൊടുത്താലും മതി. പിന്നെ ആ ഭാഗം നിങ്ങൾ പിന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ ഒന്ന് വായിച്ചാൽ അതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഒരു ഏജ് ലിമിറ്റും ഇല്ല. ആർക്കും നെറ്റ് എക്സാം എഴുതാവുന്നതാണ്. അതിന് ഏജ് ലിമിറ്റ് ഇല്ല. പിന്നെ ഏജ് ലിമിറ്റ് ഉള്ളത് ആർക്കാണ്? അത് JRFന് മാത്രമാണ്. അതും ആർക്കാന്നറിയോ? 30 വയസ്സ് ആണ് JRFനുള്ള ഏജ് ലിമിറ്റ്. മാക്സിമം ഏജ് ലിമിറ്റ് 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം. ജനറൽ കാറ്റഗറിയിലും EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽപ്പെട്ട ആണുങ്ങൾക്ക് മാത്രം. എന്തൊരു ജെൻഡർ ഡിസ്പാരിറ്റി അല്ലേ? ആണുങ്ങളെ പറ്റങ്ങോട്ട് അവഗണിക്കണം. പക്ഷേ 5 ഇയർ റിലാക്സേഷൻ 35 വയസ്സ് വരെ JRFന് എഴുതാം മാർക്ക്.
ഈ എല്ലാ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും അതേപോലെ സ്ത്രീകൾക്കും അതേപോലെ തേർഡ് ജെൻഡറിനും 35 വരെ JRF. അത് 28 ആയിരുന്നു നേരത്തെയൊക്കെ. ഞാനൊക്കെ എഴുതുന്ന സമയത്ത് 28 years ആയിരുന്നു. ഇപ്പൊ അത് 35. അപ്പൊ അതിലൊക്കെ റിലാക്സേഷൻ കിട്ടുകയാണ് അല്ലെ? ഏജിന്റെ കാര്യത്തിൽ റിലാക്സേഷൻ കിട്ടി. നമുക്ക് അന്നൊക്കെ സെക്കൻഡ് ഇയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതിപ്പം മാറി ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഈ പെർസെൻറ്റേജിലും ചില മാറ്റങ്ങൾ വന്നു. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇങ്ങനെയൊക്കെ പല തരത്തിൽ നമുക്ക് ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈസി ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും എഴുതി ഇത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സബ്ജക്റ്റും സിലബസും ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഒക്കെ ഇതിൽ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ സിലബസ് വളരെ കൃത്യമായിട്ട് സബ്ജക്റ്റിന്റെ പേപ്പർ 1ന്റെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പേപ്പർ 2ന്റെ സിലബസും ഒക്കെ അതിൽ ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. വളരെ ചിട്ടയോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. പഠിക്കുക കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി എങ്ങനെയാണ് സ്മാർട്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? നമ്മള് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഏതൊക്കെ ഏരിയകളാണ് കവർ ചെയ്യുന്നത്. കുറേ വൈഡൊന്നുമല്ല, വളരെ പിന്നെ ഒരു അതിന്റെ സ്കോപ്പൊക്കെ പരിധി നിർണയിച്ച സിലബസ് ആണുള്ളത്. എക്സാം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക, സിലബസ് എന്താ മനസ്സിലാക്കുക. ആ സിലബസ് ചിലപ്പം ഒരു ലൈനോ 2 ലൈനോ ഒക്കെ ഉള്ള ചില ഏരിയകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ജനറലില്. അതിന്റെ സിലബസ് വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 2 3 ലൈനേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. 1 1 1/2 ലൈനൊക്കെ. പക്ഷെ നമ്മൾ അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ കുറച്ച് നോക്കണം. അത് എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? നമുക്ക് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ മതി. അപ്പൊ ഏത് എക്സ്റ്റെന്റ് വരെ ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ, സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതൊന്നും ഇപ്പൊ ഒരു ടാസ്കേ അല്ല. ChatGPT പോലെയുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള സെർച്ച് എഞ്ചിനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കിപ്പോ ബുദ്ധിമുട്ടിന്റെ ഒരു കാര്യം നമ്മുടെ മുമ്പിലില്ല. എളുപ്പം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തേ ചെയ്യേണ്ടുള്ളൂ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിക്കുമാറ് ഞാനിതാ ഇറങ്ങി പുറപ്പെടുക എന്നാണ് തീരുമാനിക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ എന്നതാണ്. കോച്ചിങ് ആണെങ്കിൽ കോച്ചിങ് സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. വളരെ നോമിനൽ ആയിട്ടുള്ള ഫീസിൽ ഈ കുറെ ആളുകളെ പിന്നെ കുറെ ആളുകളെ ക്വാളിഫൈ ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന സിജി പോലെയുള്ള, മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് പോലെയുള്ള, മലബാർ സൊസൈറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് പോലെയുള്ള NGOകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫീയോ അല്ലെങ്കിൽ ഫീയോ ഒക്കെ നിശ്ചയിച്ചിട്ട് കോച്ചിങ് കൊടുക്കുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് ബുക്കുകളുണ്ട്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്താ പറഞ്ഞല്ലോ, UGCയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. അതേപോലെ മറ്റു വെബ്സൈറ്റുകളും ലഭ്യമാണ്. സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന കുറെ വെബ്സൈറ്റുകളുണ്ട്. അതേപോലെ പിന്നെ ഏതെങ്കിലും ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേരുകയാണെങ്കിൽ അത് നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. കാരണം അത് നമുക്ക് തരുന്ന ഒരു എൻവയോൺമെന്റ് ഡിഫറെന്റ് ആണ്. നമ്മൾ വിചാരിക്കും നമുക്ക് പഠിക്കാം, എഴുതാം, വായിക്കാം എന്നൊക്കെ വിചാരിച്ചാലും ചിലപ്പോൾ എന്തെങ്കിലും ചില കാരണം, ഒരു കല്യാണം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് വന്നാൽ നമ്മളെ വിളിക്കുക, നമ്മൾ ബീച്ചിലൊന്ന് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ പോകേണ്ടി വരും. നമ്മൾ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ ചിലപ്പം തെറ്റുന്ന ഒരു സാഹചര്യം വരും. അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വരിക, വീട്ടിൽ അതിഥികൾ വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് ഏറ്റവും ഗുണകരമാകുന്നത് ഏതെങ്കിലും ഒരു നല്ല കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതേപോലെ ഒരു സെൽഫ് സ്റ്റഡിയും പ്ലാൻ ചെയ്യുക. കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്താലും നമ്മളൊരു പിയർ ഗ്രൂപ്പ് ഡിസ്കഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അടുത്ത പോയിന്റ് അതാണ് അല്ലെ, സ്റ്റഡി. അതേപോലെ സെൽഫ് സ്റ്റഡിക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഓരോ ദിവസവും നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമിന്റെ ഡേറ്റ് വന്നല്ലോ, ഏകദേശം ഡേറ്റ് വന്നു 21 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും എക്സാം നടക്കുക. അപ്പൊ ഇന്ന് മുതൽ ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. ഫസ്റ്റ് പേപ്പർ എത്ര ദിവസം കൊണ്ട് കവർ ചെയ്യും, അല്ലെങ്കിൽ ഫസ്റ്റ് പേപ്പറിന് എത്ര സമയം ഓരോ ദിവസവും, സെക്കൻഡ് പേപ്പറിന് എത്ര സമയം, അങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ട് അതേപോലെ പ്ലാനോട് കൂടി പോയാൽ തീർച്ചയായിട്ടും കിട്ടും. അതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം PGക്ക് പഠിക്കുമ്പോൾ ഞാൻ ഒന്നും പഠിക്കാതെ, അപ്പൊ എന്റെ ധാരണ എന്താണെന്നറിയോ, പിന്നെ ഇതില് ഒന്ന് എഴുതിയിട്ട് ഇതിന്റെ മോഡൽ മനസ്സിലാക്കുക, എങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ഏരിയകൾ എങ്ങനെയൊക്കെ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസിന്റെ നേച്ചർ എങ്ങനെ മനസ്സിലാക്കുക എന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നെറ്റ് എക്സാം നടക്കുമ്പോൾ
അത് ഡേറ്റ് ഞാൻ അവിടെ ഉണ്ടാവുന്ന സമയത്താവും എന്നുള്ള ധാരണയിൽ ഞാൻ അവിടെ സെന്റർ കൊടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ പോന്നു. പക്ഷെ എക്സാം വന്ന സമയത്ത് ഞങ്ങൾക്ക് വെക്കേഷൻ ആയിരുന്നു, ഞാൻ നാട്ടിലായിരുന്നു. എന്നാൽ പോലും ഞാൻ ഒന്നും പഠിക്കാതെ ഒന്നും പഠിച്ചില്ല. കാരണം വെക്കേഷനിൽ നാട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ച വെറുതെ എഴുതാന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. നാട്ടിൽ വന്ന് ഞാൻ അങ്ങോട്ട് പിന്നെ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നതിന്റെ ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പൊക്കെയാണ് എക്സാം. ഞാൻ നേരത്തെ പോയി എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഈ വെക്കേഷനിൽ എനിക്ക് കിട്ടിയ 15 ദിവസം മതിയായിരുന്നു ഈ ഇത് ക്വാളിഫൈ ചെയ്യാൻ. കാരണം അത്രയും അത് നമ്മൾ വിചാരിച്ച അത്ര ടഫൊന്നും ആയിരുന്നില്ല. അപ്പൊ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കിട്ടുമായിരുന്നല്ലോ എന്ന് പിന്നീട് ഭയങ്കര സങ്കടമായി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നന്നായി പഠിച്ച് എഴുതിയപ്പോൾ അത് രണ്ടാമത്തെ പ്രാവശ്യം തന്നെ കിട്ടി. അതേസമയം എന്നെ പഠിപ്പിച്ച ചില ആളുകൾക്ക് പിന്നെ തന്നെ കുറെ വർഷങ്ങൾ ആയിട്ടുണ്ട് കിട്ടാനൊക്കെ. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ മാതിരി ഉണ്ടല്ലോ, ഒരു നസീബും അതേപോലെ നമ്മൾ ആ ഏരിയകളൊക്കെ മനസ്സിലാക്കുന്നതിൽ, ഏരിയകളൊക്കെ ഏത് ഏരിയയിൽ നിന്ന് ഏതൊക്കെ നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ വരുന്നത് മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെയും അതേപോലെ പിയർ ഡിസ്കഷനിലൂടെയും അതേപോലെ നമ്മുടെ റെഫറൻസിലൂടെയൊക്കെയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നതിലൂടെയൊക്കെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനാണ്ട് ഉരുത്തിരിഞ്ഞ് വരിക നമ്മുടെ മുമ്പിലേക്കുള്ള വഴി. അപ്പോ അത് പിയർ ലേണിംഗ് അതേപോലെ സിസ്റ്റമാറ്റിക് പ്ലാനിംഗ് ഒക്കെ നമ്മൾ നടത്തേണ്ടതുണ്ടെന്നാണ്. അപ്പോൾ ഒരു പിയർ ലേണിംഗ്, അതായത് നമ്മൾ പിന്നെ കോച്ചിങ് സെന്ററിൽ ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചേരുന്നില്ലെങ്കിലും നമ്മൾ ഒരുമിച്ച് നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. അവര് പിന്നെ ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ ഫിസിക്കൽ മീറ്റിങ്ങിലൂടെയോ ഒക്കെ എന്ത് ചെയ്യുക, ഓരോ ഏരിയ ഓരോരുത്തർ പഠിച്ചു വരിക, എന്നിട്ട് അത് പ്രസന്റ് ചെയ്യുക. അതിന്റെ പിന്നെ സാമ്പിൾ ടെസ്റ്റും അയാൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തരണം. എന്നിട്ട് ഒരു ടെസ്റ്റ് അതിന്റെ അവസാനം നടത്തുക. അങ്ങനെ ഡിസ്കഷൻസ് നടത്തുക, ടെസ്റ്റുകൾ സാമ്പിൾ ടെസ്റ്റുകൾ നടത്തുക. സാമ്പിൾ ടെസ്റ്റുകളും ഇഷ്ടം പോലെ ഇന്ററാക്റ്റീവ് ടെസ്റ്റുകൾ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. സ്റ്റഡി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ നന്നായി ടൈമൊക്കെ മാനേജ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നെറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പഠന സ്ട്രാറ്റജി നമുക്കുണ്ടായാൽ നമ്മൾ ക്വാളിഫൈ ചെയ്യും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം മിക്കവാറും ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. കാരണം നാളെ ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ. ഇനി ആരെങ്കിലും ക്വാളിഫൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് അത് മുഴുവൻ അങ്ങോട്ട് വായിക്കുക. അത് മുഴുവൻ വായിക്കണം എന്നില്ല, അതിൽ പ്രധാനപ്പെട്ട ഏരിയകൾ നോക്കിയാലും അപ്ലൈ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പിന്നെ പ്രയാസമില്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി മാനസികമായിട്ട് ഒരുങ്ങിയിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്യുക. അതൊരു എക്സ്പീരിയൻസ് എങ്കിലും ആവട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ. മാത്രമല്ല സമയമുണ്ട്, ഇപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ ഇതാ 1 മാസത്തില് അധികം നമുക്ക് സമയം കിട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. കുറെ അധികം സമയം എടുത്തു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ജോബ് സെക്യൂരിറ്റിയാണ് UGC നെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ നമുക്ക് റിസർച്ച് ഗ്രോത്തിനുള്ള വലിയ അവസരങ്ങളാണ് തുറക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് JRF കിട്ടുക എന്നുള്ളത് മാത്രമല്ല, മറ്റ് റിസർച്ച് ഫെലോഷിപ്പ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ജോലിയിൽ കയറി കഴിഞ്ഞാൽ ആ ജോലിയിൽ കയറുന്നതിന്റെ ഭാഗമായിട്ട് വ്യത്യസ്ത ഏജൻസികൾ നൽകുന്ന റിസർച്ച് ഫെലോഷിപ്പുകൾ, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, അത് കഴിഞ്ഞ് PhD കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഡോക്ടറൽ ആയിട്ടുള്ള റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ പോയിട്ട് റിസർച്ച് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അടുത്തത് മൾട്ടിപ്പിൾ കരിയർ പാത്സ്, അല്ലേ? അത് നമ്മൾ ഇതുവരെ ആലോചിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളിൽ കുറെ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും, ചില ആളുകൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ടീച്ചിങ്ങിലാണെങ്കിലും റിസർച്ചിലാണെങ്കിലും ഗവൺമെന്റിലെ തന്നെ മറ്റ് മേഖലകളിൽ, അല്ലേ? റിസർച്ച് അസിസ്റ്റന്റ്, റിസർച്ച് അസോസിയേറ്റ്, അങ്ങനെയുള്ള ജോബുകൾ, അതേപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലുള്ള ജോബുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്രൈവറ്റ് ജോബുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കരിയർ പാത്തുകളാണ് ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കുറിച്ചും പ്രസ്റ്റീജിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു, അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ സാലറി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ പ്രസ്റ്റീജ്, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് എന്ന് പറയുന്നത് എന്തായാലും, ഞാൻ മറ്റു ജോലികളെയൊന്നും പിന്നെ ചെറുതാക്കി കാണില്ല കേട്ടോ. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റെക്കഗ്നീഷനും അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റിയും ഒക്കെ ഉണ്ട്. എന്നാലും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് ഡോക്ടർ പിന്നെ നമ്മളെ പേര് വെച്ചിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്ന കോളേജ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഈവൻ സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് പറയുമ്പോഴും ഉണ്ടല്ലോ, അവൻ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അവൾ ഇവിടെ
അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അസോസിയേറ്റ് പ്രൊഫസറാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വേറെ തന്നെയാണ്. നമ്മൾ എങ്ങോട്ടേലും പോവുകയാണെങ്കിൽ നമുക്ക് നൽകുന്ന പരിഗണന വേറെ തന്നെയാണ്. നമ്മുടെ ഒരു ലെവൽ വേറെ തന്നെയാണ്. അതുവഴി നമുക്ക് കിട്ടുന്ന വ്യത്യസ്തമായ ആനുകൂല്യങ്ങളും പ്രിവിലേജുകളും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പോ ക്വാളിഫൈങ് UGC നെറ്റ്, ഞാൻ അവസാനത്തെ ഒരൊറ്റ സെന്റൻസിൽ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ക്വാളിഫൈങ് UGC നെറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ക്രാക്കിംഗ് എൻ എക്സാം, ഇറ്റ്സ് എ കരിയർ മൈൽ സ്റ്റോൺ. താങ്ക് യു ആൾ. ഞാൻ ബോറടിപ്പിച്ചു എങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, താങ്ക് യു സർ. ഈ ഒരു വിഷയത്തെ കുറിച്ച് വളരെ അവഗാഹത്തോടു കൂടി അതിന്റെ സാധ്യതകളെ കുറിച്ച്, അതിന്റെ ഒരുക്കത്തെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും എക്സാമിനെ കുറിച്ചും എല്ലാം വളരെ വിശദമായി നമ്മൾ സംവദിച്ചിരിക്കുകയാണ് ഡോക്ടർ റിഷാദ് സർ. അദ്ദേഹത്തിന് സിജിയുടെ പേരിലുള്ള അറിയിക്കുകയാണ്. നമുക്കിനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാലോ അല്ലെ സർ? സമയം കുറച്ച് വൈകിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ അല്ലെ, ബാക്കി നമുക്ക് വേണമെങ്കിൽ. അല്ല, ഇതിലേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, തുടക്കം മുതലേ ഉള്ള ആളുകളൊക്കെ ഈ അവസാനം വരെ ഞാനിങ്ങനെ ബോറടിപ്പിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാൽ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. എല്ലാവരും എന്നെ സഹിച്ചതിലുള്ള നന്ദി അറിയിക്കുക കൂടെ ചെയ്യാണ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ 1-2 ഡൗട്ട്സ് ഒക്കെ നമുക്ക് നിലവിൽ ക്ലിയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സർ, ഇതിന്റെ അപ്ലിക്കേഷൻ ഫീ ഇല്ലേ, OBC നോൺ ക്രിമിലിയറിന് അല്ലേ 600 വരുന്നത്? ക്രിമിലിയറില് പെടാത്തവരാണെങ്കിലോ? നോൺ ക്രിമിലിയർ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലെ ഫീസാണ് ഉണ്ടാവുക. ഓക്കെ, OBC ആണെങ്കിലും ജനറലിന്റെ തന്നെയാണ് വരാ അല്ലെ? അതെ അതെ. ലാസ്റ്റ് ടൈം ഞാൻ OBC ആണെങ്കിൽ ജനറൽ ആണോ സൗകര്യം? നോൺ ക്രിമിലിയർ OBC നോൺ ക്രിമിലിയറിനാണ് 600. OBC ആണെങ്കിൽ 1250 വരും, വെറും OBC ആണെങ്കിൽ. നോൺ ക്രിമിലിയറിൽ വരുന്നില്ല എങ്കിൽ 1250 തന്നെ വരും. നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് പ്രസന്റ് ചെയ്യണ്ടേ സർ? എങ്ങനെ? നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് പ്രസന്റ് ചെയ്യേണ്ടി വരില്ലേ? അതെ അതെ. അപ്പൊ ഇനി അതിനൊരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ലാസ്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോ അല്ല, നോൺ ക്രിമിലിയറിന്റെ കൊടുത്തത്, പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ യാതൊരുവിധ ഇൻഫർമേഷൻസ് ഒന്നും വന്നില്ല. സർ, അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ? അത് ചോദിക്കുന്നില്ല. ഇല്ല, യെസ് ഓർ നോ എന്നുള്ള ഒരു കാര്യമുള്ളൂ. നമ്മൾ അത് കൊടുത്താലും നമുക്ക് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം അപ്ലിക്കേഷന്റെ ടൈമിൽ കേട്ടോ, അതിന്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് ഹോൾ ടിക്കറ്റ് ഒന്നും വന്നില്ല. പക്ഷെ അതിലെന്താന്ന് പറയാ, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് നോൺ ക്രീമിലെയർ കിട്ടാൻ ഒരു സാധ്യത ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ നോൺ ക്രീമിലെയറിന് കൊടുത്തിട്ട് ഫീസ് കുറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് എപ്പോഴെങ്കിലും വെരിഫൈ ചെയ്യുന്ന സമയത്തെ, ഉദാഹരണത്തിന് ഒരു കോളേജ് അപ്പോയിന്റ്മെന്റിന്റെ ഒക്കെ സമയത്തായിരിക്കും, UGC നേരിട്ട് ഒരു സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്യില്ല എന്നതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ OBC നോൺ ക്രീമിലെയർ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ, നമ്മൾ ആ വിഭാഗത്തിൽ വരുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് യെസ് കൊടുത്തിട്ട്, അപ്പൊ അത് അപ്ലോഡ് ചെയ്യാൻ അതില്ലേ? OBC NCL നോക്കിയോ പുതിയ ഫോം? എവിടെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞില്ലേ? നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ്സിൽ ആകെ സൈനും സിഗ്നേച്ചറും പിന്നെ അതുപോലെ നമ്മുടെ ഫോട്ടോയും മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുള്ളൂ. ബട്ട് അതിൽ ചോദിക്കുന്നുണ്ട് എന്താ പറയാ, നോൺ ക്രിമിനൽ OBC ആണോ, എന്താ പറയാ, നമ്മൾ ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളം അതിലുണ്ട്. ബട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നില്ല. പിന്നെ ഇനി ആഫ്റ്റർ നെറ്റ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. രാവിലെ ടൈം പീരീഡിൽ ഈ ഇതിന്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിലെ അനക്ഷറില് അതിന്റെ ഫോർമാറ്റും ഒക്കെ കാണുന്നുണ്ടോ? അതേപോലെ ഒരു ഡമ്മി ഫില്ലിംഗ് നടത്തിയതില് എവിടെയോ ഒന്ന് പിന്നെ PWDന്റേത് കണ്ടു, OBC നോൺ ക്രീമിലെയറിന്റെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഡമ്മി ഫില്ലിംഗ് നടത്തിയതിന്റെ സ്ക്രീൻഷോട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിനിലുണ്ട്. അവിടെ PWDന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് കാണുന്നുണ്ട്. ഏതായാലും അതൊന്ന് വിശദമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചു നോക്കുക.
അതുപോലെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാം. ഞാൻ അത് പുതിയത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഉറപ്പിച്ച് പറയാൻ വയ്യ. പക്ഷെ അവിടെ എവിടെയും ചോദിക്കുന്നില്ല എന്നാണ് അല്ലേ പറഞ്ഞത്? കോച്ചിങ് ക്ലാസ് പ്രൈവറ്റ് ആയിട്ട് സാറിന് അറിയുന്ന ഏതെങ്കിലും? അല്ല, അതിപ്പോ പ്രൈവറ്റ് കുറെ ഉണ്ട്, ഞാന് അത് ഏതെങ്കിലും ഒന്നും പറയുന്നില്ല. ഈ പിന്നെ ഈ ജനറലിന്റെ പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ ഇപ്പൊ മലബാർ സൊസൈറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ സയൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇനിയിപ്പോ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിന്റെ കോർഡിനേറ്റർ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. പിന്നെ അവര് തന്നെ ഈ ജനറൽ കോച്ചിങ് ജൂൺ 1 മുതൽ തുടങ്ങാൻ പോവാണ്. അതിന്റെ നോട്ടീസൊക്കെ സിജിയുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് പേപ്പറിന്റെ പോപ്പുലേഷൻ സ്റ്റഡീസിന്റെ സബ്ജക്ട് തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പ്രൈവറ്റുകൾക്ക് നിങ്ങൾക്ക് നോക്കിയാൽ വേറെയും കുറെയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു മിഷനായിട്ട് നടത്തുന്ന ഒരു ഏജൻസിയാണ് മലബാർ സൊസൈറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ്. സിജിയുടെ ഒക്കെ സപ്പോർട്ടോട് സഹായത്തോടു കൂടിയൊക്കെ പോകുന്ന ഒരു ഏജൻസിയാണ്. പോപ്പുലേഷൻ സ്റ്റഡീസ് സിജിയിൽ കോൺടാക്ട് ചെയ്താൽ നമ്പർ കിട്ടും. സിജിയിൽ കോൺടാക്ട് ചെയ്താല് അതിന്റെ കോർഡിനേറ്റർ നമ്പർ തരും അവര്. അപ്പൊ നോക്കിയാൽ പറഞ്ഞു. മലപ്പുറം ഓഫീസിലെ ജനറൽ പേപ്പറിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട് മലപ്പുറം സിജിയിലെ. എങ്ങനെ? മലപ്പുറം സിജിയിലെ നെറ്റിന് ജനറൽ പേപ്പറിൽ സിജി മലപ്പുറം കൊടുക്കുന്നുണ്ടല്ലേ? ഓക്കെ. തുടങ്ങിയോ അത്? തുടങ്ങി. ഇപ്പൊ 2 ക്ലാസ് കഴിഞ്ഞു. വെരി ഗുഡ്. അപ്പൊ അതിൽ ഇനി ഇവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? ചെയ്യാം. അത് നമുക്ക് അത് കോർഡിനേറ്റർ ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഡിസംബർ വേണമെങ്കിൽ നമ്മുടെ നമ്മുടെ നമ്പർ ഷെയർ ചെയ്യാം. നിങ്ങൾ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്താൽ മതി വാട്സപ്പ്. ഹലോ സർ. സർ, എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഇന്നലെ PhD എൻട്രൻസിന്റെ റിസൾട്ട് വന്നപ്പോ 5th പൊസിഷനാണ് വന്നത്. ഹലോ. പറഞ്ഞോളൂ. അപ്പോ ഇനി നെറ്റിന് വേണ്ടി ട്രൈ ചെയ്യണോ വേണ്ട, അതോ ഇനി ഇവിടെ ജോയിൻ ചെയ്യണോ വേണ്ട, എന്താ ചെയ്യണെന്നുള്ള കൺഫ്യൂഷനിലാണ്. അല്ല, നിങ്ങളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം PhD ഓൺലി ക്വാളിഫൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്തതായിരുന്നു? അല്ല, എൻട്രൻസിലാണ്. ഇപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞോ? ഇല്ല, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇന്നലെ റിസൾട്ട് വന്നത് ആണല്ലേ? പക്ഷെ ഇന്റർവ്യൂ കൂടി കഴിയുമ്പോഴാണ് നിങ്ങളെ ഇത് അറിയാം. ഇപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടൂലല്ലോ, സ്റ്റൈപ്പൻഡ് ഉണ്ടാവില്ലല്ലോ. യൂണിവേഴ്സിറ്റിയിൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റൈപ്പൻഡ് ഉണ്ടാവുന്ന പറഞ്ഞത്. ബാക്കി ചെറിയ സ്റ്റൈപ്പൻഡ് അല്ലേ? എത്രയാ അവിടെ? എത്രയുള്ളത്? 10,000 13 13 തോന്നുന്നത്. 13. അതല്ല, JRF തന്നെ വേണമെന്നുണ്ടെങ്കിൽ JRF എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്തിട്ട് എഴുതാം JRF. അങ്ങനെ ചെയ്യാം. ചെയ്യാം. നമുക്ക് കിട്ടിയാൽ അതില് പിന്നെ കൺവേർട്ട് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാം. ചെയ്യാം. ഓക്കെ. താങ്ക് യു സർ. അവിടെ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ റിസർച്ച് ആണ് ആദ്യം തുടങ്ങുന്നതെങ്കിൽ റിസർച്ച് ജോയിനിങ് ഡേറ്റ് ആയിട്ട് നമ്മൾ നോക്കുക. അപ്പൊ JRF ആ ഡേറ്റിന് കട്ട് ചെയ്യപ്പെടും. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് JRF ക്വാളിഫൈ ചെയ്യുന്നതെങ്കിൽ ബാക്കി റിസർച്ചിന്റെ 4 ഇയറിലെ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. അതെ. നമുക്ക് അവസാനം തോന്നുന്നല്ലേ? ചില ക്വസ്റ്റ്യൻസ് വന്നു. മാർക്ക് എങ്ങനെയാ വരുന്നത്? കാറ്റഗറി വൈസ് കട്ട് ഓഫ് മാർക്സ് എങ്ങനെ? കാറ്റഗറി വൈസ് ആയിട്ട് കട്ട് ഓഫ് മാർക്സ് എങ്ങനെയാ വരുന്നത്? കട്ട് ഓഫ് മാർക്ക് പിന്നെ 6% ആളുകൾ എന്തായാലും ക്വാളിഫൈ ചെയ്യും. നെറ്റ് 6%. JRFന്റെ പിന്നെ അത് എനിക്ക് തോന്നുന്നത് പെർസെന്റേജ് ആണോ അതോ ഓരോ വർഷവും ഓരോ
ഇതിലും തീരുമാനിക്കുന്നതാണോ എനിക്ക് സംശയമുണ്ട്. അത് ഉറപ്പില്ല. സാറേ ആകെ 6 സബ്ജക്ട് ആ വൈസ് ആണോ? സബ്ജക്ട് വൈസ് ഓ അപ്പോൾ ഒരു സബ്ജക്റ്റില് കുറെ ആളുകളെ അപ്ലൈ ചെയ്താൽ അതിൽ കിട്ടുന്ന ആളുകളുടെ എണ്ണം കൂടും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മറ്റുള്ളവരെയും കൂടി എഴുതാൻ പ്രേരിപ്പിക്കുക. സർ ആ സർ ഇപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കുട്ടികൾക്ക് ആ ഈ UGC നെറ്റ് ആണോ ഇമ്പോർട്ടന്റ് അതോ CSIR നെറ്റ് ആണോ ഇമ്പോർട്ടന്റ് JRF അറ്റൈൻ അതായത് ചെയ്യാനും? രണ്ട് ക്വാളിഫൈ ചെയ്ത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ക്വാളിഫൈ ചെയ്താലും അവർ എലിജിബിൾ ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ. പക്ഷേ ഈ CSR നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ആണല്ലോ. കാരണം മാത്തമാറ്റിക്സിലെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമുക്കത് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കുമല്ലോ. അതേസമയം പോപ്പുലേഷൻ സ്റ്റഡീസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ആണ് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ പോപ്പുലേഷൻ സ്റ്റഡീസ് ക്വാളിഫൈ ചെയ്തിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആയ കുറേ ആളുകളുണ്ട്. അത് അഷ്റഫ് സാറിനോടൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഞാൻ പറയാം, ആദ്യം പോപ്പുലേഷൻ സ്റ്റഡീസ് ക്വാളിഫൈ ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അത് ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ CSIR കൂടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പോ എഴുതിയിട്ടുണ്ട് മാത്തമാറ്റിക്കൽ സയൻസുകാർക്കും അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സുകാർക്കും പോപ്പുലേഷൻ സ്റ്റഡീസ് നെറ്റ് അറ്റൻഡ് ചെയ്യാം തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ വന്നു. അത് ഇതുവരെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്രാവശ്യത്തെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ അതുണ്ട്. അപ്പോൾ മാത്സ് പഠിച്ച ഒരാൾക്ക് അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച ആൾക്ക് പോപ്പുലേഷൻ സ്റ്റഡീസ് നെറ്റ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ സർ, ഇപ്പൊ നമുക്ക് നെറ്റ് കിട്ടി, JRFോട് കൂടി നമുക്ക് നെറ്റ് കിട്ടി. ആ എന്നിട്ട് നമ്മളിപ്പോ നമുക്ക് ടീച്ചിങ് ആണ് നമ്മുടെ മെയിൻ ഇതെന്ന് ആ പറഞ്ഞ. ഓക്കെ, ആ അപ്പൊ ആ സമയത്ത് നമ്മളിപ്പോ PhD കിട്ടിയിട്ട് നമ്മള് ഉം. പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് സാലറി കൂടുതലല്ലേ കിട്ടാ? അല്ല, അതെന്താന്ന് വെച്ചാലേ പിന്നെ ഇപ്പൊ അത് അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പക്ഷെ പുതിയ റെഗുലേഷൻ പ്രകാരം ആ സാലറി അത് കട്ടായി. അതായത് ഒരു 5 ആനുവൽ ഇൻക്രിമെന്റ് നമ്മൾ കയറുമ്പോൾ തന്നെ കിട്ടുമായിരുന്നു നേരത്തെ. പുതിയ റെഗുലേഷൻ പ്രകാരം അതില്ല. പക്ഷേ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ നമ്മൾ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് അല്ല, ആദ്യത്തെ പ്രൊമോഷൻ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് തന്നെ ആദ്യത്തെ പ്രൊമോഷൻ 6 വർഷം കഴിഞ്ഞിട്ടാണ്. PhD ഇല്ലാതെ ഒരാൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആദ്യത്തെ പ്രൊമോഷൻ വരിക. പക്ഷെ PhDയോട് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അയാൾ 4 വർഷം കൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടും. അതേപോലെ അസോസിയേറ്റ് പ്രൊഫസർ ആവുന്നത് 14 വർഷമാവും. PhDയോട് കൂടി അല്ലാതെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അത് പക്ഷേ 12 വർഷം കൊണ്ട് അസോസിയേറ്റ് പ്രൊഫസർ ആകാൻ സാധിക്കും. സാറ് വിദേശ യൂണിവേഴ്സിറ്റിയിലെ ഇപ്പം നമ്മൾ റിസർച്ചിനോ അല്ലെങ്കിൽ PhD നോക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നെറ്റ് എഴുതിയതൊക്കെ അവിടെ നോക്കുന്നുണ്ട് അവര്? ഹലോ ഹലോ കഴിഞ്ഞ എൻ്റെ അടുക്ക് പവർ പോയതാ. ഓക്കെ സാർ, നമുക്ക് എന്നാല് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. ഇവിടെ പവർ പോയതാണ്, അതാണ് പെട്ടെന്ന് പോയത്. ആൻസർ ക്ലിയർ ആയല്ലോ അല്ലേ? അതൊക്കെയാണ് സാർ. ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യനോട് വന്നിട്ടുണ്ട്. വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ഈ നെറ്റ് പരിഗണിക്കുമോ എന്നാണ് ചോദിച്ചത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് അല്ലേ? അല്ല സർ, അബ്രോഡ് നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് റിസർച്ചിന് പോവാണെങ്കിൽ അപ്പോ അബ്രോഡ് നെറ്റ് ഒരു എലിജിബിലിറ്റി ആയിട്ട് പരിഗണിക്കുമായിരിക്കില്ല. പക്ഷെ നെറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കാം.
കാരണം ഇന്ത്യയിൽ പിന്നെ ഇങ്ങനെയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്കും റിസർച്ചിലേക്കും ഒക്കെ ഉള്ള ഒരു എലിജിബിലിറ്റി ആണെന്നുള്ള സ്വാഭാവികമായിട്ടും അവരറിയല്ലോ, അവരന്വേഷിക്കുകയും ചെയ്യല്ലോ. അപ്പോൾ ഒരു സബ്ജക്ട് കോമ്പിറ്റൻസി അളക്കാനുള്ള ഒരു മെഷറായിട്ട് സ്വാഭാവികമായിട്ടും അത് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. ബേസിക് എലിജിബിലിറ്റി ആയിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ചോദിച്ചോളണം എന്നില്ല. ഓക്കെ. ഓക്കെ, നമുക്ക് സമാപനത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. സമയം വളരെ അധികരിച്ചിട്ടുണ്ട്. ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഈ ഒരു വിഷയത്തില് ലീവ് ചെയ്യാം അല്ലേ? വളരെ അവസാനിപ്പിക്കാലോ അല്ലെ? യെസ്. ഓക്കെ, താങ്ക് യു സർ. ഋഷാദ് സർ ഈ ഒരു വിഷയത്തിൽ വളരെ അവഗാഹത്തോടുകൂടി എല്ലാ വശങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ടാണ് നമ്മളോട് സംവദിച്ചിട്ടുള്ളത്. അതിന് സിജിയുടെ സെന്റർ ഫോർ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷന്റെ പേരിലും അതുപോലെ തന്നെ കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് നിങ്ങൾക്ക് സിജിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. സിജിയുടെ കോഴിക്കോട്, മലപ്പുറം ഓഫീസുകളിൽ നമുക്ക് കരിയർ കൗൺസിലിംഗ് സേവനം എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ സിജി മലപ്പുറം സെന്ററിൽ നെറ്റ് കോച്ചിങ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിലുള്ള കോച്ചിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു മുകളിൽ ഷെയർ ചെയ്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു പരിപാടിയിൽ നേതൃത്വം നൽകിയ ഡോക്ടർ ഋഷാദ് സാറിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടിയുടെ അവസാനിച്ചതായിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.